ഹലോ എവരിവൺ, എല്ലാവർക്കും ക്രിസ്പർ ലേണിംഗിന്റെ മറ്റൊരു PYQ ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഫിസിക്സുമായിട്ട് കണ്ടിരുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു മാത്സ് പേപ്പർ ഡിസ്കഷനുമായിട്ടാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് 2022 മാത്സ് പേപ്പർ ഡിസ്കഷനുമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനിലൂടെയും പോകും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ക്വസ്റ്റ്യനിലൂടെ പോകുമ്പോൾ ഒരു ഫോർമുല വെച്ച് എങ്ങനെ ഉത്തരത്തിലെത്തുന്നു എന്നുള്ളതല്ല, ക്വസ്റ്റ്യൻ എങ്ങനെ വായിക്കണം, ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, സിമിലർ ക്വസ്റ്റ്യൻ ഇക്കൊല്ലത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ചോദിച്ചാൽ എങ്ങനെ അത് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളിൽ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു പോകണം. അണ്ടർലൈൻ കോൺസെപ്റ്റ് ആണ് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിന് സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത്. സോ നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ വരിക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി തിയറിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്, കാർഡ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കാർഡ്സിന്റെ തിയറി അറിയാവുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിക്കുക എല്ലാവരും. റാൻഡംലി ചോസൺ കാർഡ് ഫ്രം എ ഡെക്ക് ഓഫ് 52 cards is given to be a black card. അപ്പൊ നമുക്ക് കാർഡ്സിന്റെ സ്ട്രക്ചർ അറിയാത്തവർ ഇത് പഠിച്ചു വെക്കുക. ടോട്ടൽ 52 കാർഡ് ഉണ്ട്. ഇവിടെ ടോട്ടൽ 52 കാർഡ് ഉണ്ട്. അതിൽ റെഡ് എത്രയാ? റെഡ് 26, ബ്ലാക്ക് 26. സോ നമുക്ക് ഈക്വലി റെഡും ബ്ലാക്കും ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഇനി റെഡിൽ തന്നെ ഹാർട്സ് 13, ഡയമണ്ട് 13, ക്ലബ് 13, സ്പേഡ് 13. പിന്നെ നിങ്ങൾക്ക് അറിയാം ഓരോ ഹാർട്സിൽ ഇപ്പൊ എടുത്താൽ അതിൽ എന്തൊക്കെയുണ്ട്? കിങ്, ക്വീന്, ജാക്ക്, ഏസ്, പിന്നെ 10 തൊട്ട് 2 വരെ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ 9ാം ക്ലാസ് മുതൽ കാണുന്നതാണ്. സോ ഇത് മറന്നുപോയവര് ഇത് പഠിച്ചു വെക്കുക, ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചാൽ നമുക്ക് കാർഡിൽ നിന്ന് വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ഫ്രം ഡെക്ക് ഓഫ് 52 cards is given to be a black card. What is the probability that it is either a face card or a spade? ഇപ്പോ പെട്ടെന്ന് ആലോചിക്കും, ഇത് ഒരു കണ്ടീഷൻ തന്നിട്ട് പ്രോബിലിറ്റി ചോദിച്ചേക്കാണ്. സോ കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ്. അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഫോർമുല മറന്നുപോയവർ എങ്ങനെ ചെയ്യും? അല്ലെങ്കിൽ ഇപ്പൊ 2 ഓർ വന്നു, അപ്പൊ യൂണിയൻ ആണ്, യൂണിയന്റെ ഫോർമുല മറന്നുപോയവർ എങ്ങനെ ചെയ്യും? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഫോർമുല ഉപയോഗിക്കുക വേണം. നമുക്ക് നമ്മുടെ ഒരു 9th അല്ലെങ്കിൽ 10th നോളജ് വെച്ച് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? റാൻഡംലി ചോസൺ കാർഡ് ഫ്രം എ ഡെക്ക് ഓഫ് 52 cards is given to be a black card. അപ്പൊ ബ്ലാക്ക് കാർഡ് ആണ് തന്നു. ഇനി റെഡ് നമ്മൾ നോക്കുകയേ വേണ്ട. അപ്പൊ ഇനി എന്ത് നമ്മൾ നോക്കിയാൽ മതി? ഇനി ബ്ലാക്ക് കാർഡ് നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്ര? ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്ര? ഇപ്പോ പോസിബിൾ ഔട്ട്കംസ്. സോ ഇനിയും ബാക്കിയുള്ളത് ബ്ലാക്ക് കാർഡ് മാത്രമേ ഉള്ളൂ. ബ്ലാക്ക് കാർഡ് മാത്രമേ ഉള്ളെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 26. ഇനി അതില് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ഈദർ എ ഫേസ് കാർഡ് ഓർ എ സ്പേഡ്? സോ ഫേവറബിൾ ഔട്ട്കംസ് നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ്. ഫേസ് കാർഡ് എന്ന് വെച്ചാൽ എന്താന്ന് ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട്. കിങ്, ക്വീൻ ഓർ ജാക്ക്. സോ നിങ്ങൾ നോക്കി, ഇവൻ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അതിൽ ക്ലബില് ഒരു കിങ് ഉണ്ട്, ഒരു ക്വീൻ ഉണ്ട്, ഒരു ജാക്ക് ഉണ്ട്. സോ 3 എണ്ണം ഉണ്ട്. സ്പെയ്ഡിലും 3 എണ്ണം ഉണ്ട്. അപ്പൊ ടോട്ടൽ 6 ഫേസ് കാർഡ് ഉണ്ട്. പിന്നെ സ്പെയ്ഡ് 13 എണ്ണം ഉണ്ട്. പക്ഷെ നമുക്ക് ഈതര ഫേസ് കാർഡ് ഓർ സ്പെയ്ഡ് മതി. സോ അതിനുള്ള ഫേവറബിൾ ഔട്ട്കംസ് ആ വേണ്ടേ. അപ്പൊ സ്പെയ്ഡ് 13, ക്ലബ് 13, ഫേസ് കാർഡ് 6. അപ്പോ എത്രയാ? നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് 13 സ്പെയ്ഡ് ഉണ്ട്, 6 ഫേസ് കാർഡ് ഉണ്ട്, 13 + 6 ഫേവറബിൾ ഔട്ട്കംസ് ഉണ്ടെന്ന് എഴുതും. പക്ഷെ അത് തെറ്റാ. എന്തുകൊണ്ടാ? ഈ 13 + 6 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ സ്പെയ്ഡിലുള്ള ഫേസ് കാർഡില്ലേ, അത് നിങ്ങൾ 2 പ്രാവശ്യം കൗണ്ട് ചെയ്യുന്നുണ്ട്. ഈ 6 ഫേസ് കാർഡിലും ആ 3 ഫേസ് കാർഡ് ഉണ്ട്, ഈ 13 സ്പെയ്ഡിലും ആ 3 ഫേസ് കാർഡ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? ആ കോമൺ ആയിട്ട് വന്ന ആ 3 സബ്ട്രാക്ട് ചെയ്യുക. ഇതുകൊണ്ടാണ് നമ്മൾ ഫോർമുല ആയിട്ട് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഫോർമുല അറിയില്ലെങ്കിലും ചെയ്യാം, ഞാൻ ജസ്റ്റ് ഫോർമുല എഴുതി ഇടുകയാണ്. എന്ത് പഠിപ്പിക്കുന്നത്? P of A union B is P of A plus P of B മൈനസ് P of A intersection B. രണ്ടിലും ഉണ്ടെങ്കിൽ A intersection B രണ്ടിലും ഉണ്ടെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്തോളൂ. പക്ഷെ അത് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ നാച്ചുറൽ ആയിട്ട് കാണാം. നിങ്ങൾ ഫോർമുല ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം നമ്മുടെ ഒരു 9th നോളജ് വെച്ച്. സോ ഇതും ഇവിടെ ബോക്സിൽ കിടക്കട്ടെ. സോ 13 + 6 - 3. സോ ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 13 + 6 - 3. അതായത് സ്പെയ്ഡ് മൊത്തം എടുക്കുക, പിന്നെ ക്ലബിലെ 3 ഫേസ് കാർഡ് കൂടെ. അപ്പൊ 13 + 3 വിച്ച് ഇസ് 16 എന്ന് വന്നു. അപ്പൊ ഇനി പ്രോബിലിറ്റി എന്താ? പ്രോബിലിറ്റി നമുക്കറിയാം, നമ്മുടെ ക്ലാസ് 9 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. സോ 16/26 എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 8/13 എന്ന് വരും. ഏതാ ഓപ്ഷൻ എന്ന് നോക്കിയേ? ഓപ്ഷൻ
എ ആണ് ഉത്തരം. നോക്കി, ഒരു ഫോർമുല നമ്മൾ ഉപയോഗിച്ചില്ല. ജസ്റ്റ് കാർഡ്സിന്റെ നോളജ് അറിയാമെങ്കിൽ, ജസ്റ്റ് 9th പ്രോബിലിറ്റി അറിയാമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിച്ചൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പം വളരെ ബേസിക് നോളജ് വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ പർട്ടിക്കുലർ ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് അടുത്തിലേക്ക് പോവാം. So let omega be a complex root of the quadratic polynomial x squared plus x plus 1. Okay. അപ്പൊ നമ്മൾ ഈ പോളിനോമിയൽ അറിയാവുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റൂ. ഈ പോളിനോമിയൽ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെയാ കണ്ടേക്കുന്നത്? കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റിയിൽ കണ്ടിട്ടുണ്ട്. കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എങ്ങനെ കണ്ടുപിടിച്ചേ? എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0 സോൾവ് ചെയ്താ. അതിനെ ഞാൻ ഫാക്ടറൈസ് ചെയ്താൽ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എ മൈനസ് ബി ടൈംസ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് ഫാക്ടറൈസ് ചെയ്താൽ ദിസ് വിൽ ബി എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇതാ പോളിനോമിയൽ വന്നു കണ്ടോ? സോ ഇതിന്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി. കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒമേഗയും ഒമേഗ സ്ക്വയറും. അപ്പോ ഇത് രണ്ടും കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി ആണെന്ന് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾ അറിയണം. എന്നാലേ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ക്വസ്റ്റ്യനർ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ കോംപ്ലക്സ് ക്യൂബ് റൂട്ട്സ് ഓഫ് യൂണിറ്റി പ്രിപ്പയർ ചെയ്ത് പോകുന്നു എന്നാണ്. സോ നിങ്ങൾ അപ്പം അതിൽ അറിയേണ്ട രണ്ട് റിസൾട്ട് ഞാൻ എഴുതി തരാം. 1 പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ. ജസ്റ്റ് ഇതിന്റെ റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഒമേഗ ക്യൂബ് ഈക്വൽ ടു 1. ഇത് രണ്ടും നിങ്ങൾ അറിയുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം അതിന്റെ കുറച്ച് ടേംസ് എടുത്ത് കുറെ ടേംസിന്റെ പ്രൊഡക്റ്റ് അല്ലേ, നമുക്ക് ഓരോ ടേം എടുത്തൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേം എന്താ? ഒമേഗ പ്ലസ് 1 ഓവർ ഒമേഗ. ഇതെന്താ വരിക? നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒമേഗനെ എല്ലാം ന്യൂമറേറ്ററിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇത് ഒമേഗ പ്ലസ് 1നെ എനിക്ക് ഒമേഗ ക്യൂബ് എന്ന് എഴുതാലോ. അവിടെ ബോക്സ് ചെയ്ത ഒരു ഫോർമുലയാണ് ഡിവൈഡഡ് ബൈ ഒമേഗ. ഒമേഗ ക്യൂബ് ബൈ ഒമേഗ എന്താ? ഒമേഗ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്തായി? -1 ആയി ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന്. സോ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എന്തായി? -1. ഓക്കെ, അതാണ് ഫസ്റ്റ് ടേം. ഇനി സെക്കൻഡ് ടേം നോക്കാം. സെക്കൻഡ് ടേം എന്താ? ഒമേഗ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സ്ക്വയർ. സെയിം ടെക്നിക്. നിങ്ങൾ ഒരു 1നെ ഒമേഗ ക്യൂബ് എന്ന് എഴുതുക, എല്ലാം ന്യൂമറേറ്ററിൽ കൊണ്ടുവരിക. എന്നാലേ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ. എഗെയിൻ എന്ത് കിട്ടി? -1 കിട്ടി. ഗുഡ്. തേർഡ് വൺ ഒമേഗ ക്യൂബ് പ്ലസ് 1 ബൈ ഒമേഗ ക്യൂബ്. നമുക്ക് ഡയറക്റ്റ് കിട്ടി. ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 ബൈ ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാലും 1 ആണ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 2. വെരി ഗുഡ്. അപ്പൊ ഫസ്റ്റ് 3 ടേമിന്റെ പ്രൊഡക്റ്റ് എന്ത് വരും? ഫസ്റ്റ് 3 ടേമിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ -1 ടൈംസ് 2 എന്ന് വരും, വിച്ച് ഇസ് സിംപ്ലി 2. ഓക്കെ, നമുക്കിനി അടുത്ത 3 ടേം കൂടെ നോക്കാം. സോ ഫോർത്ത് ടേം നോക്കുമ്പോൾ ദാറ്റ് വിൽ ബി ഒമേഗ 4 പ്ലസ് 1 ബൈ ഒമേഗ 4. ഇനി ഒമേഗ 4 എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ടൈംസ് ഒമേഗയാണ്. ഒമേഗ 4 എന്ന് പറഞ്ഞാൽ ഒമേഗ ക്യൂബ് ടൈംസ് ഒമേഗയാണ്. ഒമേഗ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ദിസ് ഇസ് ജസ്റ്റ് ഒമേഗ. ദിസ് ഇസ് ജസ്റ്റ് ഒമേഗ പ്ലസ് 1 ബൈ ഒമേഗ, വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം, which is -1. ഫസ്റ്റ് ടേം ആണെന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. നോക്കുക കേട്ടോ. ഫിഫ്ത്ത് വൺ ഒമേഗ 5 പ്ലസ് 1 ബൈ ഒമേഗ 5. ഒമേഗ 5നെ ഒമേഗ ക്യൂബ് ടൈംസ് ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഒമേഗ ക്യൂബ് 1 ആണ്. സോ ദിസ് ബിക്കംസ് ഒമേഗ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ സ്ക്വയർ, വിച്ച് ഇസ് സെക്കൻഡ് ടേം. ഇത് രണ്ടാമത്തെ ടേം ആണ്. സെക്കൻഡ് ടേം ആണ്, വിച്ച് ഇസ് ഓൾസോ -1. സിക്സ്ത് വൺ നോക്കിയപ്പോ ഒമേഗ പവർ 6 പ്ലസ് 1 ബൈ ഒമേഗ പവർ 6, വിച്ച് ഇസ് ഒമേഗ ക്യൂബ് ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ബൈ ഒമേഗ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. ഒമേഗ ക്യൂബ് 1 ആണ്. സോ ദാറ്റ് ജസ്റ്റ് ബിക്കംസ് ഒമേഗ ക്യൂബ് ഒമേഗ ക്യൂബ് പ്ലസ് 1 ബൈ ഒമേഗ ക്യൂബ്, വിച്ച് ഇസ് അഗെയിൻ തേർഡ് ടേം, വിച്ച് ഇസ് ഈക്വൽ ടു 2. നിങ്ങൾ നോക്കുക. അപ്പൊ എന്താ പറ്റുന്നത്?
മൂന്ന് ടേം വെച്ച് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ തേർഡ് നിങ്ങൾ ഫോർത്തും ഫിഫ്ത്തും സിക്സ്ത്തും, ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും സിക്സ്ത് ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? എഗെയിൻ 2 കിട്ടും. സോ അങ്ങനെ മൂന്നെണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്തിരിക്കുക. അങ്ങനെ എവിടെ വരെ പോകുന്നുണ്ടെന്ന് നോക്കിയേ. എവിടെ വരെ പോകുന്നുണ്ട്? 100 വരെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നെണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം 1 2 3 4 5 6 എക്സെട്ര അപ് ടു 97 98 99 100 വരെ പോകുന്നുണ്ട്. അത്രയും ടേംസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് മൂന്നെണ്ണം ഗ്രൂപ്പ് ചെയ്യുന്നു, നമുക്കൊരു 2 കിട്ടി. അടുത്ത മൂന്നെണ്ണം ഗ്രൂപ്പ് ചെയ്യുന്നു, 2 കിട്ടി. പിന്നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്യുന്നത്. സോ 6 വന്ന് ലാസ്റ്റ് ഗ്രൂപ്പ്. അപ്പൊ എവിടെയാണ് ലാസ്റ്റ് 3യുടെ മൾട്ടിപ്പിൾ? 99 ആണ്. സോ ഇവിടെ ഒരു 2 കിട്ടും. അപ്പൊ എത്ര 2 വന്നു ഇവിടെ? 99. 3 തുടങ്ങി 3 6 9 അങ്ങനെ 99 വരെ ആയി. അപ്പൊ നമുക്ക് എത്ര 2 വന്നു? നമുക്കിവിടെ എത്ര 2 വന്നു? നമുക്കിവിടെ 33 2 വന്നു. കാരണം 33 ഗ്രൂപ്പ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 33 ഗ്രൂപ്പ്സ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്. 3 എലമെന്റ് ഉള്ള 33 ഗ്രൂപ്പ്സ്. അപ്പൊ 3 എലമെന്റ് 33 ഗ്രൂപ്പ്സ് ആണെങ്കിൽ 99 എണ്ണം വന്നു. അപ്പൊ നമ്മൾ കറക്റ്റ് ആയി. ഇനി അപ്പൊ നമുക്ക് 33 ടൈംസ് പിന്നെ ലാസ്റ്റ് ടേം വരും ഒമേഗ ടു ദി പവർ 100 പ്ലസ് 1 ബൈ ഒമേഗ ടു ദി പവർ 100 എന്ന് വരും. നമുക്കത് സോൾവ് ചെയ്യാം. അപ്പം ഇതെന്ത് വന്നു? 2 ടു ദി പവർ 33 എന്ന് വന്നു. ഒമേഗ ടു ദി പവർ 100നെ എനിക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ടു ദി പവർ 99 ടൈംസ് ഒമേഗ പ്ലസ് 1 ബൈ ഒമേഗ ടു ദി പവർ 99 ടൈംസ് ഒമേഗ. This is 2 power 33 times omega to the power 99. 3യുടെ മൾട്ടിപ്പിൾ ആണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ഒമേഗ പ്ലസ് 1 ആണ്. സോ 1 ടൈംസ് ഒമേഗയാവും. ഒമേഗ ടൈംസ് ഒമേഗ പ്ലസ് 1 ബൈ ഒമേഗ. ഒമേഗ പ്ലസ് 1 ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, വിച്ച് ഇസ് ജസ്റ്റ് -1. സോ ഉത്തരം എന്ത് വരും? ഫൈനലി -2 ടു ദി പവർ 33 എന്ന് വരും. ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. പോളിനോമിയൽസി എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എ എൻ എക്സ് പവർ എൻ പ്ലസ് എൻ മൈനസ് 1 എക്സ് പവർ എൻ മൈനസ് 1 പ്ലസ് എ പ്ലസ് എക്സെട്ര അപ് ടു a1 എക്സ് പ്ലസ് a0. ജനറൽ പോളിനോമിയലിന്റെ ഫോം ആണ്. ഡിഗ്രി അൺനോൺ ആണ്, കോഎഫിഷ്യൻസ് അൺനോൺ ആണ്. ഓക്കെ, കുറെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എഫ് ഓഫ് 0 0 ആണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ 0, സെക്കൻഡ് ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഡെറിവേറ്റീവ്സിനെ പറ്റിയാണ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. സപ്പോസ് ഇതാണ് ഇത് ജനറൽ ഫോം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എഫ് ഡാഷ് എക്സ് കിട്ടും. എഫ് എക്സിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എനിക്ക് എഫ് ഡാഷ് എക്സ് കിട്ടും. ഈ എഫ് ഡാഷ് എക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? എഫ് എക്സിന്റെ ഡിഗ്രി എൻ ആണ്. എഫ് ഡാഷ് എക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? നോക്ക്, ഞാൻ എഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് പവർ എൻ മൈനസ് 1 ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് പവർ. എക്സ് പവർ എൻ പിന്നെ കാണത്തില്ല, കാരണം എക്സ് പവർ എൻ -1 ആവും. എക്സ് പവർ എൻ -1 എക്സ് പവർ എൻ -2 ആവും. സോ എഫ് ഡാഷ് എക്സിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ n-1 ആയിരിക്കും. എഫ് ഡബിൾ ഡാഷ് എക്സിന്റെ അപ്പം എന്തായിരിക്കും എന്ന് പറഞ്ഞ് n-2 ആയിരിക്കും. സോ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡിഗ്രിക്ക് എന്ത് പറ്റും? ഡിഗ്രി 1 വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. വെരി ഗുഡ്. നിങ്ങൾ ഈ ലാസ്റ്റ് കണ്ടീഷൻ ഒന്ന് വായിച്ചു നോക്കിയത്. തേർഡ് ഡെറിവേറ്റീവ് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ഈക്വല. പക്ഷെ അതെങ്ങനെ ശരിയാവുന്നത്? ഡിഗ്രി കുറഞ്ഞുകൊണ്ടിരിക്കണ്ടേ? തേർഡ് ഡെറിവേറ്റീവിന്റെ ഡിഗ്രി ഇപ്പം കെ ആണെങ്കിൽ ഫോർത്ത് ഡെറിവേറ്റീവിന്റെ k-1 ആയിരിക്കും, ഫിഫ്ത്ത് ഡെറിവേറ്റീവിന്റെ k-2 ആയിരിക്കും. ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷെ ഇവർ ഈക്വൽ ആണെന്ന് പറയുന്നു. അത് പോസിബിൾ ആണോ? അത് പോസിബിൾ ആണ്. എപ്പോഴാ? നിങ്ങൾ ചുമ്മാ ഒരു പോളിനോമിയൽ എടുത്ത് ഇപ്പം 3x² എന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിഗ്രി കുറയത്തില്ലേ? എന്തായി? 6x ആയി. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡിഗ്രി പിന്നെയും കുറയും, 6 ആയി. സോ ഡിഗ്രി ഇവിടെ 2 ആയിരുന്നു, ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 0 ആയി. ഇനി ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് 0, ഡിഗ്രി 0. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വീണ്ടും 0. അതായത് ഇങ്ങനെ 0 ആയി പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അതായത് വൺസ് ഇതൊരു കോൺസ്റ്റന്റ് 0 ആയി കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി 0 ആയിക്കൊണ്ടേ ഇരിക്കും. കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിന്നോളും. സോ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ, അതായത് ഡി ക്യൂബ് എഫ് എക്സിനും ഡി ടു ദി പവർ 5 എഫ് എക്സിനും സെയിം ആയിട്ട് നിൽക്കണമെങ്കിൽ, തേർഡ് ഡെറിവേറ്റീവ് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ഈക്വൽ ആയിട്ട് നിൽക്കണമെങ്കിൽ, ഡിഗ്രി കുറയാൻ നിൽക്കണമെങ്കിൽ ഇതെല്ലാം എന്താവണം? ഇൻഡിവിജ്വലി 0 ആയേ പറ്റൂ. വേറെ ഒന്നും ആവാൻ പറ്റില്ല. എന്നാൽ മാത്രമേ ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആവും. 0 ആകുമ്പോൾ മാത്രമേ കോൺസ്റ്റന്റ് ആവും. അപ്പൊ തേർഡ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയാൽ പോളിനോമിയലിന്റെ ഡിഗ്രി എന്താ? തേർഡ് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ആയാൽ തേർഡ് ഡെറിവേറ്റീവ് 0 ആയി. തേർഡ് ഡെറിവേറ്റീവ് 0 ആയി. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും.
ഫസ്റ്റ് ഡെറിവേറ്റീവ് അതിന് നമുക്ക് സി എന്ന് വിളിക്കാം. ഒരു ലീനിയർ പോളിനോമിയൽ ആയിരിക്കും. സം ബി എക്സ് പ്ലസ് സി ആയിരിക്കും. അപ്പൊ ഫംഗ്ഷൻ എന്തായിരിക്കും? സം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇല്ല പഠിച്ചു വെച്ചോളൂ. nth ഡെറിവേറ്റീവ് 0 ആയി, nth ഡെറിവേറ്റീവ് 0 ആയി, അതായത് n-1th ഡെറിവേറ്റീവ് നോൺ സീറോ ആണ്, nth ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഒരു n-1th ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും, ഗിവൺ ദാറ്റ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ. സോ ഇവിടെ തേർഡ് ഡെറിവേറ്റീവ് 0 ആയി, സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആവില്ല, കാരണം ഇവിടെ 0 അല്ലെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ തേർഡ് ഡെറിവേറ്റീവ് 0 ആയെങ്കിൽ അതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആയിരിക്കും, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എഫ് എക്സിന്റെ ഒരു എക്സ്പ്ലിസിറ്റ് ഫോം കിട്ടുകയാണ്. എഫ് എക്സ് എന്താണ്? fx is ax square plus bx plus c. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ക്വസ്റ്റൻ ഈസിയാണ്, പക്ഷെ ഇവിടെ വരെ നിങ്ങൾ എത്തണം. ഇനി ഫസ്റ്റ് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്താ? f0 is 0. f0 എന്ന് പറഞ്ഞാൽ c ആണ്, c is 0. സോ ഫസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് fx എന്ത് കിട്ടി? fx എന്താന്ന് കിട്ടി? c 0 ആയി കഴിഞ്ഞാൽ ax square plus bx ആണ്. ഇനി എന്താ തന്നേക്കുന്നത്? ഇനി അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. എന്താ തന്നേക്കുന്നത്? df dx at x equals 0 is 1. ഇനി df dx എത്രയാന്ന് പറഞ്ഞ്? അത് 2ax plus b ആയിരിക്കും. at x equals 0 is 1. ഓക്കെ, x equals 0 ഇട്ട് കൊടുത്താൽ ഇത് b ആയിരിക്കും. b എന്ത് കിട്ടി? 1 കിട്ടി. സോ നമ്മൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ fx അഗെയിൻ എന്തായി? ax സ്ക്വയർ പ്ലസ് b 1 ആയി x ആയി. വെരി ഗുഡ്. ഇനി അടുത്ത ഇൻഫർമേഷൻ d square f by dx square at x equal to 0 എന്തായി? 4 ആയി. ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യും. d square f by dx square at x equal 0 4 ആയി. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ കിടപ്പുണ്ട്, 2ax plus b. അതിനെ ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടി? 2a കിട്ടി. 2a at x equal to 0 എന്തായി? 4 ആയി. അതായത് 2a is 4 or a is 2. a equals 2. 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എഫ് എക്സിന്റെ ഫൈനൽ ഫോം നമുക്ക് കിട്ടുകയാണ്. എഫ് എക്സ് എന്താണ്? 2x സ്ക്വയർ പ്ലസ് എക്സ്. 2x സ്ക്വയർ പ്ലസ് എക്സ് എന്ന എഫ് എക്സ് കിട്ടി. ഇനി ചോദ്യം എന്താ? എഫ് ഓഫ് 5 എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് 5 is 2 times 5 square 25 plus 5 which is 50 plus 5 which is 55. ഓപ്ഷൻ എ ആണ് ഉത്തരം. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ജസ്റ്റ് ഈ ഒരു കോൺസെപ്റ്റ് അറിയുന്ന ആൾക്കാർ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ലെറ്റ് എസ് ബി ദ സെറ്റ് ഓഫ് ഓൾ യൂണിറ്റ് വെക്ടേഴ്സ് ഇൻ എക്സ് വൈ പ്ലെയിൻ. വെക്ടേഴ്സ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ്. ദെൻ ദ സെറ്റ് എസ് ഹാസ്. വളരെ ഈസി ക്വസ്റ്റൻ ആണ്. ഞാൻ ജസ്റ്റ് എക്സ് വൈ പ്ലെയിൻ ഒന്ന് വരയ്ക്കാം. ഇത് എക്സ്, ഇത് വൈ. ഇനി ഇത് യൂണിറ്റ് വെക്ടർ വരച്ചേ. നിങ്ങൾ ചുമ്മാ യൂണിറ്റ് വെക്ടേഴ്സ് വരച്ചേ. യൂണിറ്റ് വെക്ടർ വരയ്ക്കാം. സി, നിങ്ങൾ ഓർക്കണം, വെക്ടറിന് പൊസിഷൻ ഇല്ല, ഡിറക്ഷനും മാഗ്നിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ. സോ നമ്മൾ പൊസിഷൻ വരയ്ക്കേണ്ട, ഡിറക്ഷനും. സോ എല്ലാം ഞാൻ സെയിം പൊസിഷനിൽ നിന്ന് വരയ്ക്കുകയാണ്, ഡിറക്ഷനും മാഗ്നിറ്റ്യൂഡും മാത്രമേ ഉള്ളൂ. സോ ഞാൻ ഒരു യൂണിറ്റ് വെക്ടർ വരച്ചു, 1. ഇനി ഒരെണ്ണമേ ഉള്ളൂ, എനിക്ക് ഇനിയും വരയ്ക്കത്തില്ല. ഒരു യൂണിറ്റ് വെക്ടർ കൂടെ വരയ്ക്കുന്നു, 2. രണ്ടെണ്ണേ ഉള്ളൂ, ഇനിയും വരയ്ക്കാം. 3 ഉള്ളൂ, ഇല്ല ഇനിയുണ്ട്. 4 ഉള്ളൂ, ഇനിയുണ്ട്. 5, ഇനിയുണ്ട്. 6, ഇനിയുണ്ട്. 7. എത്ര എണ്ണം വരയ്ക്കാം? അപ്പൊ എനിക്ക് മൊത്തം എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇൻഫിനിറ്റ്ലി മെനി യൂണിറ്റ് വെക്ടേഴ്സ് വരയ്ക്കാം. അപ്പൊ ചോദ്യം എന്താണ്? then the set of all യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. അപ്പൊ സെറ്റിൽ എത്ര എലമെന്റ് ഉണ്ട്? then the set has infinitely many elements. ഓപ്ഷൻ എ ആണ് ഉത്തരം. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ കൂടി ഇത് പറഞ്ഞുതരാം. ഇതിനൊരു ജനറൽ ഫോം ഉണ്ട്. ജനറൽ ഫോം യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് വൈ പ്ലെയിൻ ഒരു ജനറൽ ഫോം. യൂണിറ്റ് വെക്ടർ ഇൻ എക്സ് വൈ പ്ലെയിൻ എന്താണത്? യു ക്യാപ് ഇസ് കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് സൈൻ തീറ്റ ജെ ക്യാപ്. ഇത് യൂണിറ്റ് വെക്ടറിന്റെ ജനറൽ ഫോമാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്ത ആവശ്യമില്ല, പക്ഷെ ഇനി എപ്പോഴേലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യൻ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഒരു ഫെയർലി സിമ്പിൾ ക്വസ്റ്റൻ ആണ്. എപ്പോഴും നിങ്ങൾ നോക്കിയ പേപ്പറിൽ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻ കാണുന്നത് അത് ഒത്തിരി തിയറി ഒന്നും പഠിച്ചു പോകാത്തവർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ക്വസ്റ്റ്യൻ കാണും. നമ്മൾ ഷുവർ ഷോർട്ടായിട്ട് ചെയ്തെടുക്കണം. ഈ ക്വസ്റ്റ്യൻ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് പോലും പറയാനില്ല ഈ ക്വസ്റ്റ്യൻ, അത്ര ഈസി ക്വസ്റ്റ്യൻ ആണ്. സോ a lab reports that the global average temperature in the year 2020 is 14.9 degrees Celsius. So temperature in 2020 is 14.9 degree centigrade and predicts that the global average temperature will increase at a rate of 1% per year. What will be the global average temperature in 2035? So, okay, good. സോ 2000 നമുക്ക് ജസ്റ്റ് ഒന്ന് 2021 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2021 എന്ന് പറഞ്ഞാൽ 14.9 ഉണ്ട്, പ്ലസ് എന്ത് കൂടും, അതിന്റെ 1% കൂടെ കൂടും. അതായത് 1/100 ടൈംസ് 14.9 കൂടെ കൂടും. സോ ദിസ് ഇസ് 14.9 ഞാൻ കോമൺ എടുത്താൽ 1 + 0.01 അല്ലെങ്കിൽ 14.9 ടൈംസ് 1.01 ആയിരിക്കും കൂടാൻ പോകുന്നത്. അപ്പൊ ടെമ്പറേച്ചർ 2022 14.9 ടൈംസ് 1.01 2021 വന്നു. ഇനി 2022 പോകുമ്പോൾ ഒരു 1% കൂടെ കൂട്ടണം, അതായത് അനദർ 1.01 വന്നു. അതായത് 14.9 ടൈംസ് 1.01 ഹോൾ സ്ക്വയർ. ഇനി ടെമ്പറേച്ചർ 2035 ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൂട്ടി 2021 ആയപ്പോൾ ടൈംസ് 1.01 ടു ദി പവർ 1 ചെയ്തു, 22 ആയപ്പോൾ 1.01 ടു ദി പവർ 2 ചെയ്തു. അപ്പം 15 വർഷം കഴിഞ്ഞാണ് 2035 വരുന്നത്. സോ 1.01 ടു ദി പവർ എത്ര ചെയ്യണം, 15 വർഷം കഴിഞ്ഞു. അപ്പൊ 14.9 ടൈംസ് 1.01 ടു ദി പവർ 15 ചെയ്യണം. ഓക്കെ, ഇത് നിങ്ങളൊരു കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കുക. നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളിത് കാൽക്കുലേറ്ററിൽ ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് 17.298 എന്ന് കിട്ടും. ഓപ്ഷൻ എ 17.298 ആണ് ആൻസർ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, ഒരുപാടില്ല, ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റൻ ആണ് നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റൻ 6. Let X be the set of 2x2 matrices with real entries and R is a subset of X cross X. ഇത് റിലേഷന്റെ ഡെഫിനിഷൻ ആണ്. such that R is set of all ordered pair AB such that AB equal to BA. നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ജനറൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ AB is not BA in general. ഉദാഹരണം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അറിയാത്തവരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം നിങ്ങൾക്ക്. എ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആയിട്ട് എടുക്കുക, ബി എന്ന് പറയുന്നത് ചുമ്മാ 1 2 3 4 എടുത്തു. നിങ്ങൾ എ ബി ഒന്ന് കണ്ടുപിടിച്ചേ. 0 1 1 0 1 2 3 4 0 1 1 3 മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ 3 എന്ന് കിട്ടി, ഇത് 4 കിട്ടും, ഇത് 1 കിട്ടും, ഇത് 2 കിട്ടും. ഇനി ബി എ എന്ത് വരും, 0 1 1 2 3 4 ടൈംസ് 0 1 1 0. ഇതെന്ത് വന്നു, 2 വരും, 1 വരും, 4. നോക്കുക, എ ബിയും ബി എ ഈക്വൽ അല്ല. എ ബി നോട്ട് ഈക്വൽ ടു ബി എ, എ ബി നോട്ട് ഈക്വൽ ടു ബി എ ആണ്. സോ ഈ എ ഓർഡേർഡ് പെയർ എ ബി എന്ന് പറയുന്നത് ആറിലില്ല. സോ നമുക്ക് ദിസ് ഇസ് നോട്ട് ഇൻ ജനറൽ ട്രൂ, ഓൺലി ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് മെട്രിസസ് മാത്രമേ ഇങ്ങനെ കമ്മ്യൂട്ട് ചെയ്യത്തുള്ളൂ. നമുക്ക് നോക്കാം ഏതൊക്കെ കമ്മ്യൂട്ട് ചെയ്യും. ചോദ്യങ്ങൾ നോക്കാം. ആദ്യം R is reflexive, symmetric but not transitive. So reflexive, symmetric, transitive നെ പറ്റിയാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആണെങ്കിൽ എന്ത് പറ്റണം, എ എന്ന് പറയുന്നത് എപ്പോഴും ആറിൽ വേണം. എ എന്ന് പറയുന്നത് എപ്പോഴും ആറിൽ വേണം. എ ആറിൽ വരുമോ, എ ആറിൽ വരണമെങ്കിൽ എന്ത് വരണം, എ ടൈംസ് എ ഷുഡ് ബി ഈക്വൽ ടു എ ടൈംസ് എ, അതായത് എ സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു എ സ്ക്വയർ. നമുക്കറിയാം ഇത് എപ്പോഴും ട്രൂ ആണ്. ഇത് എപ്പോഴും എയും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എയും എയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഓർഡർ തിരിച്ചോ മറിച്ചോ എന്ന് പറഞ്ഞ് 2 എ ആയതുകൊണ്ട് ഒരു വ്യത്യാസം വരില്ല. സോ സെയിം ഉത്തരം കിട്ടും. സോ റിഫ്ലെക്സീവ് ആണ്. സോ റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ റിഫ്ലെക്സീവ് ആണ്, റിഫ്ലെക്സീവ് ആണ്. അടുത്ത സിമെട്രിക്, വേറെ
സിമെട്രിക് നോക്കാം. സിമെട്രിക് നോക്കുമ്പോൾ നമുക്ക് ആദ്യം എ ബി ഉണ്ടെന്ന് നോക്കാം. എ ബി റിലേഷനിലുണ്ട് എന്ന് വെച്ചാൽ എന്തായി? എ ബി ഈക്വൽ ടു ബി എ ആയി. ഇനി ചോദ്യം എന്താ? റിഫ്ലക്സീവിന്റെ സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താ? സിമെട്രിക്കിന്റെ കണ്ടീഷൻ എന്താ? എ ബി ആറിലുണ്ടെങ്കിൽ എന്ത് കാണണം? ബി എ ആറിൽ കാണണം. ബി എ ഉണ്ടോ നമുക്ക് നോക്കാം. ബി എ ഉണ്ടോ നമുക്ക് നോക്കാം. അതിനാദ്യം നമുക്ക് ഇതൊന്ന് തിരിച്ചെഴുതാം. എ ബി ഈക്വൽ ടു ബി എ ആണെങ്കിൽ എനിക്ക് ബി എ ഈക്വൽസ് എ ബി എന്ന് എഴുതാമല്ലോ. കാരണം എനിക്ക് എ ബി ബി എ കണക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ആർ എച്ച് എസും എൽ എച്ച് എസും ഒന്ന് തിരിച്ചെഴുതുക. സോ എ ബി എ ഈക്വൽ ടു എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി കോമ എ ബിലോങ്സ് ഇൻ ആർ എന്നല്ലേ? ഇതല്ലേ ഡെഫിനിഷൻ? ബി എ ഈക്വൽസ് എ ബി, ബി കോമ എ ബിലോങ്സ് ഇൻ ആർ. സോ സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ആയി. സോ സിമെട്രിക്കും ആണ്. ഇനി ട്രാൻസിറ്റീവ് ആവുമോ? ട്രാൻസിറ്റീവ് ആവുമോ? നിങ്ങൾ നോക്കിയതാ ഈ എക്സാമ്പിൾ തന്നെ ഒന്ന് നോക്കി. ഈ എ ബി എക്സാമ്പിൾ നോക്കി ഒന്ന് പറഞ്ഞ് ട്രാൻസിറ്റീവ് ആവുമോന്ന്. ട്രാൻസിറ്റീവ് ആണോന്ന് നിർബന്ധമില്ല. നിങ്ങൾ നോക്കി ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം ട്രാൻസിറ്റിവിറ്റി. ഓക്കെ, ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ ആരും പറഞ്ഞിട്ടില്ല. ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ടെങ്കിൽ എന്ത് വേണം? എ സി ആറിൽ വേണം. എ സി ആറിൽ വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? നേരത്തെ പോലെ ഞാൻ എനെ നേരത്തെ 0 1 1 0 ആയിട്ട് എടുക്കുന്നു. ബിനെ ഞാൻ ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് എടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ഐഡന്റിറ്റി മെട്രിക്സ് ഒരു മെട്രിക്സിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ, ലെഫ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താലും റൈറ്റ് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് ആ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടും. സോ ഐഡന്റിറ്റി മെട്രിക്സ് ഒരു എയുടെ കൂടെ മൾട്ടിപ്ലൈ, ഇപ്പം ഞാൻ എ ടൈംസ് ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് എ തന്നെയാണ്, വിച്ച് ഇസ് ഈക്വൽ ടു ഐ ടൈംസ് ഐഡന്റിറ്റി മെട്രിക്സ്. സോ ഞാൻ ഏത് മെട്രിക്സിന്റെ കൂടെ ഐ മൾട്ടിപ്ലൈ ചെയ്താലും അത് കമ്മ്യൂട്ട് ചെയ്യും. സോ ബിലോങ്സ് ഇൻ. സോ ഏത് മെട്രിക്സ് എടുത്താലും ഇത് ട്രൂ ആണ്. സോ ഞാൻ സി ആയിട്ട് എടുക്കുന്നത് നേരത്തെ എഴുതിയ മെട്രിക്സ് 1 2 3 4. നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് ഏത് മെട്രിക്സിന്റെ കൂടെയും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എ ബി എന്ന് പറയുന്നത് ആറിലുണ്ട്, ബി സി എന്തിലുണ്ട്? ആറിലുണ്ട്. കാരണം ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ബി. ബി എയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, സിയുമായിട്ട് കമ്മ്യൂട്ട് ചെയ്യും, ആറിലുണ്ട്. പക്ഷെ നമ്മൾ തൊട്ട് മുന്നേ കുറച്ച് നേരത്തെ കണ്ടു എ സി ആറിൽ ഇല്ല, എയും സിയും കമ്മ്യൂട്ട് ചെയ്യില്ല. സോ ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സോ റിഫ്ലക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് അല്ല. ഓപ്ഷൻ എ ആണ്. സിമ്പിൾ ആയിരുന്നു. ജസ്റ്റ് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷനും പിന്നെ കുറച്ച് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ. സോ അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്താ? For a natural number n, let Cn be the curve in the xy plane given by y equals x power n, where 0 less than or equal to x less than or equal to 1. Let An denote the area of the region bounded between Cn and c power n plus 1. Find the largest value of A. നോക്കുക, ഏരിയയുടെ ക്വസ്റ്റൻ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽ ആണ്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് വരച്ചു നോക്കാം. സോ എന്താ പറയുന്നത്? സി എൻ എന്ന് പറഞ്ഞാൽ എക്സ് പവർ എൻ ആണ്. അപ്പൊ നമുക്ക് എക്സ് പവർ എൻ കുറച്ച് വാല്യൂസിന് എക്സ് പവർ എൻ ഒന്ന് വരച്ചു നോക്കാം. എക്സ് പവർ എൻ ഒന്ന് വരച്ചു നോക്കാം. സോ എക്സ് പവർ എന്നിൽ എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാമോ? നമ്മളിവിടെ എക്സ് പവർ എൻ നിങ്ങൾ 0യിൽ ഇവാലുവേറ്റ് ചെയ്താൽ അത് എപ്പോഴും 0 ആയിരിക്കും, 1ൽ ഇവാലുവേറ്റ് ചെയ്താൽ എപ്പോഴും അത് 1 ആയിരിക്കും. സോ 1നും 0നും ഇടയിൽ നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ സോ 0യുടെ ഇതിന്റെയും ഇടയിൽ ഇവാലുവേറ്റ്, 0യിൽ എപ്പോഴും അത് 0 ആയിരിക്കും, 1ൽ 1 ആയിരിക്കും. സോ ഇതെന്താ ഞാൻ വരച്ചേക്കുന്നത്? ഇത് ഞാൻ വരച്ചേക്കുന്നത് ജസ്റ്റ് y ഈക്വൽ ടു എക്സ് ആണ്. ഇനിയും അടുത്തത് എന്ത് വരണം? എക്സ് പവർ എന്നിൽ നെക്സ്റ്റ് n എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഇങ്ങനെ വരും. ഇത് എക്സ് സ്ക്വയർ. എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുക, 0യുടെയും 1ന്റെ ഇടയിൽ നിങ്ങളൊരു നമ്പർ എടുക്കുക, സ്ക്വയർ എടുക്കുമ്പോൾ പിന്നെയും കുറയും. സോ ഹാഫിന്റെ സ്ക്വയർ എടുത്താൽ 1/4, അത് ഹാഫിലും കുറവാണ്. ഇനി ക്യൂബ് എടുത്താൽ 1/8, അത് 1/4 കുറവാണ്. അതായത് ഇതിന്റെയും താഴെ ആയിരിക്കും എന്ത് വരാൻ പോകുന്നത്? ക്യൂബ് വരാൻ പോകുന്നത്. സോ നിങ്ങൾ n കൂട്ടുമ്പോൾ ഇത് താഴേക്ക് പോകും. സോ n കൂട്ടുമ്പോൾ ഇത് താഴേക്ക് പോകും. നമ്മളിവിടെ ചോദിച്ചേക്കുന്നത് എന്താണ്?
ഏരിയ ബൗണ്ടഡ് ബിറ്റ്വീൻ സി എൻ ആൻഡ് സി എൻ പ്ലസ് വൺ ആണ്. എ എൻ എന്താണ്? ഏരിയ ബിറ്റ്വീൻ സി എൻ ആൻഡ് സി എൻ പ്ലസ് വൺ ആണ്. സോ ഞാനിപ്പം ജനറൽ ആയിട്ട് സി എന്നിന്റെ താഴെ ആയിരിക്കും സി എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇതിനെ സി എൻ എന്ന് എടുക്കാം, ഇതിനെ സി എൻ പ്ലസ് വൺ എന്ന് എടുക്കാം. നമുക്ക് ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 0 തൊട്ട് 1 വരെ നോക്കാനേ നമ്മളോട് ക്വസ്റ്റിന് പറഞ്ഞിട്ടുള്ളൂ. സോ 0 തൊട്ട് 1 വരെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ ദിസ് ഇസ് ഇന്റഗ്രൽ 0 to 1. മോളിലുള്ളത് ഏതാ? മോളിൽ കിടക്കുന്ന എപ്പോഴും സി എൻ ആയിരിക്കും, എന്ന് കൂടുമ്പോൾ താഴേക്ക് പോകും. സോ മോളിൽ സി എൻ ആണെങ്കിൽ സി എൻ്റെ ഇക്വേഷൻ എക്സ് പവർ എൻ. താഴെയുള്ളതിന്റെ ഏരിയ നമുക്ക് ബൗണ്ടഡ് ബിറ്റ്വീൻ മതി, നടുക്കുള്ള ഈ ഏരിയ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. ഈ ഏരിയ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ ഏരിയ ആണ് എന്ത്? എ. സോ എ എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പം താഴെയുള്ളതിന് സി എൻ പ്ലസ് വണ്ണിന്റെ താഴെയുള്ള ഏരിയ കുറച്ച് കളയുക, അതായത് എക്സ് പവർ എൻ പ്ലസ് വൺ ഡി എക്സ്. ഇനി നിങ്ങൾ ഇതൊന്ന് സോൾവ് ചെയ്ത്. സോ ഇത് എക്സ് പവർ എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ മൈനസ് എക്സ് പവർ എൻ പ്ലസ് ടു ബൈ എൻ പ്ലസ് ടു ഇവാലുവേറ്റഡ് അറ്റ് 1 and 0 എന്ന് കിട്ടും. ദിസ് ഇസ് 1 by n plus 1 minus 1 by n plus 2. ഇതാണ് എ എൻ. എന്റെ മാക്സിമം വാല്യൂ അല്ലേ ചോദിച്ചേക്കുന്നത്? എൻ ഒരു നാച്ചുറൽ നമ്പർ. സോ A1 എന്താ? A1 is 1/2 minus 1/3. LCM എടുത്ത 3 minus 2/6 1/6 എന്ന് വരും. ഇനി A2 എന്താ? 1/3 minus 1/4. നിങ്ങൾ നോക്കുക, 1/2-നെക്കാട്ടി കുറവാണ് 1/3, 1/3-നെക്കാട്ടി കുറവാണ് 1/4. സോ നിങ്ങൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഗ്രാഫിക്കലി നിങ്ങൾ നോക്കിയാൽ ഇനിയുള്ള കർവുകൾ, ഇനി ഞാൻ അടുത്തൊരു കർവ് കൂടെ വരച്ചാൽ അത് കുറച്ചുകൂടെ അടുത്ത് വരും. അതായത് ഇങ്ങനെ അടുത്തടുത്ത് വന്ന് ഏരിയ കുറഞ്ഞു പോകും. നിങ്ങളത് മാത്തമാറ്റിക്കലി ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ദിസ് വിൽ ബി 4 - 3 divided by 3 times 4 12. സോ ദിസ് ഇസ് 1/12. അല്ലെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് n+2 minus n minus 1 by n+1 times n+2 എന്ന് കിട്ടും. സോ ദിസ് ഇസ് സിംപ്ലി 1 by n+1 times n+2. നമുക്ക് n കൂടുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞു വരും. n കുറഞ്ഞു വരും. അതായത് മാക്സിമം വാല്യൂ എപ്പോഴായിരിക്കും കിട്ടുക? സ്മോളസ്റ്റ് n, അതായത് A1-ലായിരിക്കും കിട്ടുക. A1 = 1/6 ആയിരിക്കും എന്തായാലും മാക്സിമം വാല്യൂ. സോ 1/6 എന്നുള്ള ഓപ്ഷൻ എ ആണ്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ഒരു റിലേറ്റീവ്ലി ഈസി ക്വസ്റ്റൻ ആയിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി സി എന്നും എക്സ് പവർ എന്നും ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് രീതിയിൽ എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ ക്വസ്റ്റ്യൻ മനസ്സിരുത്തി വായിച്ചൊരു പടം വരച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽസി എന്നുള്ള ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിച്ചു നോക്കാം. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ 0, 1 ആൻഡ് എഫ് ബി ഇറ്റ്സ് ആന്റി ഡെറിവേറ്റീവ്. അതായത് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഇസ് ഇന്റഗ്രൽ എഫ് എക്സ് ഡി എക്സ്. If f of 0 equal to 1 and integral 0 to 1 f of x dx is 1, then what is f of 1? So നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ലിമിറ്റ്സുമായിട്ട്, സോ ഡെഫിനറ്റ് ഇന്റഗ്രലുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എഫിനെ, സോ നമുക്ക് എഫ് ഇവാലുവേറ്റഡ് അറ്റ് എ പോയിന്റ് അല്ലേ വേണ്ടത്. സോ നമുക്ക് എഫ് ഇവാലുവേറ്റഡ് അറ്റ് സം പോയിന്റ് y ആണ് വേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതിനെ ഇന്റഗ്രൽ ടു y ചെയ്യുന്നു. എന്നിട്ട് ഞാനൊരു a തൊട്ട് y വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഇതിനെ എനിക്ക് എന്താ കിട്ടുക? ദിസ് ഇസ് എഫ് ഓഫ് വൈ. അല്ല, ഞാൻ വേറൊരു സ്ഥലത്ത് എഴുതും, എന്നിട്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം എന്താണ് പറ്റുക. സോ ഡെഫിനറ്റ് ഇന്റഗ്രൽ നോക്കുക, ഇത് ഈ ക്വസ്റ്റ്യൻ ഉള്ളതല്ല, ഇത് ജനറലി ഞാൻ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, എങ്ങനെ ഇൻഡെഫിനറ്റ് ഇന്റഗ്രലിനെ ഡെഫിനറ്റ് ഇന്റഗ്രലുമായിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, ഇന്റഗ്രൽ a to b എഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും? ഇത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ആണല്ലോ, ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് അനുസരിച്ച്. നമുക്ക് എഫ് ഓഫ് ബിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എ പ്ലസ് ഇന്റഗ്രൽ a to b എഫ് എക്സ് ഡി എക്സ്. സോറി, ഇത് സ്മോൾ എഫ് ആണ്. ഇതാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. സോ ഈ ഒരു ബേസിക് നോളജ് ആണ്. ഇത് ഇങ്ങനെ ഒന്ന് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് 1 ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇക്വേഷൻ 1 ഇതാണ് ഉപയോഗിക്കാൻ പോകുന്നത്.
എഫ് ഓഫ് 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളൊരു എ ചൂസ് ചെയ്യണം. നമുക്ക് എഫ് ഓഫ് എ അറിയാമെങ്കിലേ നമുക്ക് ഇനി ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷെ നമുക്കൊരു എഫ് ഓഫ് എ തന്നിട്ടുണ്ട്. ഏതാ തന്നിരിക്കുന്നത്? എഫ് ഓഫ് 0 തന്നിട്ടുണ്ട്. സോ നമുക്ക് B1 എന്നും A0 എന്നും ചൂസ് ചെയ്യാം. സോ അതെന്ത് പറ്റി? എഫ് ഓഫ് 0 പ്ലസ് ഇന്റഗ്രൽ എ എന്താ? 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി എഫ് ഓഫ് 0 എന്താ? 1 ആയി. പ്ലസ് ഇന്റഗ്രൽ 0 to 1 എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്താ? 1 എന്ന് അത് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് എഴുതാൻ പറ്റിയാൽ, ഇങ്ങനെ ഒന്ന് എഴുതി സെക്കൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ് എഴുതി നിങ്ങൾക്ക് ഡെഫിനറ്റ് ഇന്റഗ്രലിനെ ഇൻഡെഫിനറ്റ് ഇന്റഗ്രലിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ജസ്റ്റ് ഉത്തരം പെട്ടെന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ഈസ് യുവർ റൈറ്റ് ആൻസർ. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, let a be a non-zero real number and f from R to R be a function such that f dash x greater than 0 for all x. Consider g of x equals f of 2a square x minus ax square. So ഒരു composite function ആണ്, then g has. നോക്കുക, മാക്സിമം മിനിമ ക്വസ്റ്റ്യൻ ആണ്, ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യലിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് മാക്സിമം മിനിമം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഡെറിവേറ്റീവ് എടുക്കണം. സോ ജി ഡാഷ് എക്സ് എടുത്ത് നോക്കാം. ജി ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ഓഫ് 2a square x minus ax square ആണ് ജി എക്സ്. ഇതിന്റെ ഡെറിവേറ്റീവ് വരും. എന്നിട്ട് ചെയിൻ റൂൾ വെച്ച് ബ്രാക്കറ്റിനകത്തതിന്റെ ഡെറിവേറ്റീവ് വരും, വിച്ച് ഇസ് 2a square minus 2ax. ഇങ്ങനെ വരും. സോ നമുക്ക് ജസ്റ്റ് ഒരു 2a കോമൺ എടുക്കാനുള്ളതുണ്ട്. സോ ദിസ് വിൽ ബി 2a f dash of 2a square x minus ax square times a minus. ഇതാണ് ജി ഡാഷ് എക്സ്. ഇനി അറ്റ് മാക്സിമ ഓർ മിനിമ എന്ത് സംഭവിക്കും? ജി ഡാഷ് എക്സ് 0 ആവും. അതായത് 2a എഫ് ഡാഷ് ഓഫ് 2a സ്ക്വയർ എക്സ് മൈനസ് എ എക്സ് സ്ക്വയർ ടൈംസ് എ മൈനസ് എക്സ് എന്താവും? 0 ആവും. നോക്കുക, നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട് എഫ് ഡാഷ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. അത് സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ ഇതെന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് ജസ്റ്റ് എ കോൺസ്റ്റന്റ്. ഇനി എന്തിനാ 0 ആവാൻ പറ്റുന്നത്? ഈ ടേമിനാ 0 ആവാൻ പറ്റുന്നത്. ഇതിന് 0 ആവാൻ പറ്റും. എപ്പോൾ 0 ആവാൻ പറ്റും? എക്സ് എ ആകുമ്പോൾ 0 ആവാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു എയിൽ ഒരു മാക്സിമയോ മിനിമയോ ഉണ്ട്, ഒരു ലോക്കൽ മാക്സിമയോ മിനിമയോ ഉണ്ട്. സോ ലോക്കൽ മാക്സിമയോ ഉണ്ട്, അല്ലെങ്കിൽ ലോക്കൽ മിനിമയോ ഉണ്ട്. പക്ഷേ മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കണം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് പറഞ്ഞുതരാം ഞാൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ്? നോക്കുക, ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആയെന്നിരിക്കട്ടെ. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് എന്നിട്ട് ലെസ് ദാൻ 0 ആയാൽ അതെന്താണ്? ലോക്കൽ മാക്സിമയാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആയി, എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് പോസിറ്റീവ് ആയാലോ? ലോക്കൽ മിനിമം. പഠിച്ചു വെക്കുക, ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. നമ്മൾ ഓൾറെഡി എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട്, അതായത് എഫ് ഡാഷ് ഓഫ് എ ജി ഡാഷ് ഓഫ് എ 0 ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ ജി ആണ്. സോ നമ്മൾ ജി ഡാഷ് ഓഫ് എ 0 ആണെന്ന് കണ്ടുപിടിച്ചു. നമുക്ക് ജി ഡബിൾ ഡാഷ് ഓഫ് എ വേണം. ഓക്കെ, നമ്മൾ ജി ഡാഷ് എക്സ് അവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, സോ ഞാൻ ഇത് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഒന്ന് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഇതിൽ വർക്ക് ചെയ്യാം. സോ ഇനി നമുക്ക് ജി ഡബിൾ ഡാഷ് ഓഫ് എയോടെ നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. സോ ജി ഡബിൾ ഡാഷ് ഓഫ് എ ഇവിടെ ഇപ്പം പ്രൊഡക്റ്റ് ഓഫ് 2 ടേംസ് ആണ്. സോ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അത് നമുക്ക് ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എഴുതാം. ജി ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ, ഓക്കെ ഇത് എഫ് ഡാഷ് ആയിരുന്നു, കോപ്പി ചെയ്തപ്പോൾ ഡാഷ് വന്നു. ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2a സ്ക്വയർ എക്സ് മൈനസ് എ എക്സ് സ്ക്വയർ ടൈംസ് 2a സ്ക്വയർ മൈനസ് 2ax. പ്രൊഡക്റ്റ് റൂൾ അറിയാലോ, യു വി ദ ഹോൾ ഡാഷ് ഇസ് യു വി ഡാഷ് പ്ലസ് വി യു ഡാഷ് പ്ലസ് അടുത്തതിന്റെ ഡെറിവേറ്റീവ്. സോ എഫ് ഡാഷ് ഓഫ് 2a സ്ക്വയർ എക്സ് മൈനസ് എ എക്സ് സ്ക്വയർ അതുപടി നിർത്തുക,
മറ്റത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2a² ഒരു കോൺസ്റ്റന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിപ്പോൾ -2ax ഡിഫറൻഷിയേറ്റ് ചെയ്താൽ -2a മാത്രം ബാക്കി കിട്ടും. നമുക്കിനി g′′ ആണ് വേണ്ടത്. g′′ എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ a ഇട്ട് കൊടുത്താൽ ഇത് 2a² - 2a ആവും, അതായത് ഇത് 0 ആയിപ്പോൾ. പ്ലസ് ഇതെന്ത് പറ്റും, f′2a³ - a³ എന്ന് വരും, വിച്ച് ഇസ് ജസ്റ്റ് a³ ടൈംസ് -2a. സോ ഇതെന്താണ്, -2a f′(a³ എന്ന് വരും. നമുക്കറിയാം ക്വസ്റ്റിന് തന്നിട്ടുണ്ട് f′(x) എപ്പോഴും പോസിറ്റീവ് ആണ്. സോ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. സോ ഇവിടെ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ട്. സോ ഇനി a നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവോടെ ക്യാൻസൽ ആയി ഇത് പോസിറ്റീവ് ആവും. സോ ഇത് പോസിറ്റീവ് ആണ് if a is less than 0. a നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവോടെ ക്യാൻസൽ ചെയ്ത് പോസിറ്റീവ് ആവും. a പോസിറ്റീവ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആവും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എന്താ വരുന്നത്? സോ ഫൈനൽ കൺക്ലൂഷൻ ഏതാണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ മിനിമയാണ്. സോ മിനിമ ഇഫ് a less than 0, മാക്സിമ if a greater than 0. നമുക്ക് ഓപ്ഷൻ നോക്കാം. a less than 0 ആണെങ്കിൽ മിനിമ, a greater than 0 ആണെങ്കിൽ മാക്സിമ. ലോക്കൽ മാക്സിമ a greater than 0. ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ ആണ്. ലോക്കൽ മാക്സിമ a less than 0 തെറ്റാണ്. ലോക്കൽ മിനിമ a greater than 0യും തെറ്റാണ്. ലോക്കൽ മാക്സിമ a greater than 0 ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റർമിനൻസി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ലെറ്റ് എ ബി ദ മെട്രിക്സ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. നോക്കുക, എ തീറ്റയുടെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ എ ഡിപ്പെൻഡ്സ് ഓൺ തീറ്റ. ഫോർ എനി നാച്ചുറൽ നമ്പർ കെ, വാട്ട് ഇസ് ദ ഡിറ്റർമിനന്റ് ഓഫ് a⁴k? നമുക്ക് ഒരു ഫോർമുല ഒന്ന് പെട്ടെന്ന് ആലോചിച്ചെടുക്കാം. ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്താണ്? ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് ബി. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a² എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് a ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും, അതായത് ഡിറ്റർമിനന്റ് ഓഫ് a². അതായത് ഡിറ്റർമിനന്റ് ഓഫ് a⁴k അപ്പൊ എന്ത് വരും? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a⁴k എന്ന് വരും. സോ ഇത് ഓർത്തിരിക്കുക, ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ ആലോചിക്കും. ഈ ഓപ്ഷൻസ് നോക്കി ഇതൊരു ട്രിക്ക് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. നോക്കുക, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ്. നിങ്ങൾക്ക് ഇപ്പം ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ പഠിക്കാത്തൊരു ചാപ്റ്ററിൽ നിന്ന് ചിലപ്പോൾ ഈ ട്രിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പോൾ ഡിറ്റർമിനന്റ് ഇത് വലിയ ധാരണയില്ല എങ്ങനെ ചെയ്യണമെന്ന്. a⁴k ഇത് k ടൈംസ് ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ ഡിറ്റർമിനന്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ നോക്ക്, ഓപ്ഷനിൽ ഏതിലേലും തീറ്റ ഡിപ്പെൻഡൻസ് ഉണ്ടോ? ഒരു ഓപ്ഷനിലും തീറ്റ ഡിപ്പെൻഡൻസ് ഇല്ല. അതായത് ഡിറ്റർമിനന്റ് ഓഫ് a⁴k തീറ്റേനെ ഡിപ്പെൻഡ് ചെയ്യില്ലെന്ന് മനസ്സിലായി. അപ്പൊ തീറ്റ π/2 ആണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല, തീറ്റ 1 ആണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല, തീറ്റ 0 ആണെങ്കിലും ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ നിങ്ങൾ തീറ്റയ്ക്ക് വെറുതെ ഒരു വാല്യൂ അങ്ങിട്ട് കൊടുക്കണം. നിങ്ങൾക്ക് പ്രോബ്ലം ഈസി ആക്കി കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ തീറ്റയ്ക്ക് ഒരു ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും ഓപ്ഷനിൽ ഒന്നിനും തീറ്റ ഡിപ്പെൻഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തീറ്റയ്ക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ ഇട്ട് കൊടുത്തങ്ങ് സോൾവ് ചെയ്തു. ഉദാഹരണത്തിന് ഞാനിപ്പം തീറ്റ 1 എന്ന് ചൂസ് ചെയ്തേക്കട്ടെ. അപ്പൊ ഞാൻ തീറ്റ 1 ചൂസ് ചെയ്താൽ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായി? 1 0 0 1 1 1 0. സോറി, തീറ്റ ഈക്വൽസ് 1 അല്ല, തീറ്റ ഈക്വൽസ് 0. തീറ്റ ഈക്വൽസ് 0. സോറി, cos 0 1 sin 0 0. സോ 0 0 1. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 1 ടൈംസ് ഡിറ്റർമിനന്റ് ഓഫ് ഈ മെട്രിക്സ് എന്ന് മാത്രം വരും. ആ ഡിറ്റർമിനന്റ് ഓഫ് മൈ മെട്രിക്സ് 1 ആണ്. സോ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ത് വന്നു? 1 വന്നു. തീറ്റ ഡിപ്പെൻഡൻസ് ഒന്നുമില്ല, സോ ഞാൻ തീറ്റ ഇട്ട് കൊടുത്തു. വളരെ സിമ്പിൾ. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് a⁴k എന്താവും? ഡിറ്റർമിനന്റ് ഓഫ് a⁴k which is 1/k, which is 1. Option A is the right answer. Very easy question. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വെക്ടേഴ്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മുടെ കയ്യിൽ 3 വെക്ടർ തന്നിട്ടുണ്ട്, അതിന്റെ കോമ്പണന്റ് വൈസ് ഫോം തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് വാട്ട് ഇസ് ദ വാല്യൂസ് ഓഫ് x4 which at least one non-zero vector perpendicular to there is at least one non-zero vector perpendicular to a, b and c. അപ്പോ ഒരു വെക്ടറിന് ഒരു 3 വെക്ടർ തന്ന് ആ 3 വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ ചോദിച്ചു, വെക്ടർ ഉണ്ടാവണം എന്നുള്ള കണ്ടീഷൻ ചോദിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, 2 വെക്ടർ തന്നു എന്നിരിക്കട്ടെ. സോ നിങ്ങൾ 2 വെക്ടർ തന്നു എന്നിരിക്കട്ടെ. എനിക്ക് 2 വെക്ടർ തന്നു എന്നിരിക്കട്ടെ.
ജസ്റ്റ് 2 വെക്ടർ തന്നുള്ളെങ്കിൽ ദിസ് ഇസ് ഓൾവേസ് പോസിബിൾ. കാരണം എന്താ, 2 വെക്ടർ എന്ന് പറയുമ്പോൾ ഇപ്പം എങ്ങനെ സ്പേസിൽ ഇപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഓറിയന്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരെണ്ണം ഓറിയന്റ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇത് ഓറിയന്റ് ചെയ്താൽ 2 വെക്ടർ ആണെങ്കിലും ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ പ്ലെയിൻ വിച്ച് പാസസ് ത്രൂ ബോത്ത് ഓഫ് ദീസ് വെക്ടേഴ്സ്. അങ്ങനെ ഒരു പ്ലെയിനിൽ ഈ 2 വെക്ടറിനെയും കൂടെ എടുക്കുക, എന്നിട്ട് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ ഒരു വെക്ടർ എടുത്താൽ അത് ആ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം ആ 2 വെക്ടറും ആ പ്ലെയിനിലാണ് കിടക്കുക. സോ എപ്പോഴാണ് നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ ഇനി 3 വെക്ടർ ആണെങ്കിലും ഇതൊന്നും ഡയറക്ട്ലി എക്സ്റ്റെൻഡ് ചെയ്തേ. സോ ഒരു 3 വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു വെക്ടർ വേണമെങ്കിൽ ആ 3 വെക്ടർ എന്താവണം, ഒരു പ്ലെയിനിൽ കിടക്കണം. അതായത് ഇത് എന്താവണം, കോപ്ലാനാർ ആവണം. ഇനി കോപ്ലാനാരിറ്റി കണ്ടീഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ 3 വെക്ടർ ഇപ്പം എ ബി സി എന്നുള്ള 3 വെക്ടർ കോപ്ലാനാർ ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിടാം, നിങ്ങളത് പഠിക്കുക. കോപ്ലാനാർ കണ്ടീഷൻ എന്താണ്, എയുടെ 3 കോമ്പണന്റിനെ ഞാൻ AX AY AZ എന്ന് വിളിച്ചാൽ ബിയുടെ കോമ്പണന്റിനെ BX BY BZ എന്നും വിളിക്കുന്നു, സിയുടെ കോമ്പണന്റിനെ CX CY CZ എന്നും വിളിക്കുന്നു. ഇത് കോപ്ലാനാർ ആണെങ്കിൽ നിങ്ങൾ ഈ ഡിറ്റർമിനന്റ് നോക്കുക, ഈ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഇത് പഠിച്ചു വെക്കുക. ABC കോപ്ലാനാർ ആവാനുള്ള കണ്ടീഷൻ അതിന്റെ കോമ്പോണന്റ് വൈസ് എഴുതിയ ഡിറ്റർമിനന്റ് എന്താണ്, 0 ആണ്. കോപ്ലാനാർ ആയാൽ എന്തുണ്ട്, നമുക്ക് ഉറപ്പായിട്ടും ഒരു പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാം. സോ ഇവിടെ 3 വെക്ടർ തന്നിട്ടുണ്ട്, നമുക്ക് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു വെക്ടർ വേണം. there is at least one non zero vector perpendicular to vector. സോ പെർപെൻഡിക്കുലർ ആയിട്ട് വേണം. അങ്ങനെ വേണമെങ്കിൽ ആ 3 വെക്ടർ കോപ്ലാനാർ ആവണം. കോപ്ലാനാർ ആവണമെങ്കിൽ ഈ ഡിറ്റർമിനന്റ് 0 ആണ്. അപ്പൊ നമുക്ക് ഈ ഡിറ്റർമിനന്റ് എഴുതാം. സോ ഡിറ്റർമിനന്റ് ഓഫ് എന്താ കോമ്പണൻസ്, 1x2 1 2x 2 1 3. ഈ ഡിറ്റർമിനന്റ് എന്താവണം, 0 ആണ്. എന്തിനു വേണ്ടി 0 ആണ്, കോപ്ലാനാർ. സോ ഈ ഏത് വാല്യൂസ് ഓഫ് എക്സ് ആണ് ഈ ഡിറ്റർമിനന്റ് 0 ആക്കുന്നത് നോക്കിയാൽ കോപ്ലാനാർ ആവുള്ള കണ്ടീഷൻ കിട്ടി. സോ വെക്ടർ പെർപെൻഡിക്കുലർ വെക്ടർ കിട്ടാനുള്ള കണ്ടീഷൻ കിട്ടി. നമുക്ക് ഈ ഡിറ്റർമിനന്റിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഏതൊക്കെ ഇതിനെ 0 ആക്കുമെന്ന് നോക്കാം. സോ ഡിറ്റർമിനന്റ് എക്സ്പാക്ട് ചെയ്ത this will be 1 times 6 minus x minus x times 3 minus 2x plus 2 times 1 minus 4 should be equal to 0. So 6 minus x minus 3x plus 2x square minus 6 should be equal to 0. 6 cancel I. 2x square will be equal to 4x. അല്ലെങ്കിൽ x square minus 2x will be equal to 0. Simplifies x times minus 2 is 0. അതായത് x equals 0 or x equals 2. So x 0യോ x 2ഓ ആണെങ്കിൽ ഈ 3 വെക്ടർ കോപ്ലാനാറായി, അങ്ങനെയാണെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാം. സോ ഓപ്ഷൻ എ. ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാൻ, ചിലപ്പോൾ ആൾക്കാർക്ക് ഇതിന്റെ തിയറി അറിയാത്ത ആൾക്കാർ കാണും. 3 വെക്ടറിന് പെർപെൻഡിക്കുലർ ആയ ഒരു വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ആ 3 വെക്ടർ കോപ്ലാനാർ ആയിരിക്കണം. കോപ്ലാനാർ ആയിരിക്കണമെങ്കിൽ കോമ്പണന്റ് വൈസ് എലമെന്റ്സ് എഴുതിയ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. സോ ഇതാണ് ഇതിന്റെ തിയറി. അറിയാത്തവർ പഠിക്കുക. തിയറി അറിയാവുന്നവർ ജസ്റ്റ് ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് കിട്ടുന്ന വളരെ സിമ്പിൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഉത്തരത്തിലെത്താം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. കൺസിഡർ ദ ടാൻജൻസ് ലൈൻസ് ടു ദ സർക്കിൾ x square plus y square equals 1 at point 1 0 and 1 by root 2 comma 1 by root 2. If R is the point of intersection of these two tangent lines, then angle PRQ is. ചിലർ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ വിചാരിക്കും ടാൻജന്റ് വേറെ ഏതോ ചാപ്റ്റർ പഠിച്ചു, സർക്കിൾ പിന്നെ എപ്പോഴോ പഠിച്ചു, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഒരുപാട് മിക്സ്ഡ് കോൺസെപ്റ്റ്സ് ആണ്, നമുക്ക് ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ചെങ്കിൽ സ്കിപ്പ് ചെയ്യും. ചിലർ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ എവിടെയെങ്കിലും പോയവർ ഇപ്പം ടാൻജന്റ് ടു സർക്കിളിന് ഒരു ഇക്വേഷൻ, ടാൻജന്റ് ടു എലിപ്സിന് ഒരു ഇക്വേഷൻ, അങ്ങനെ സീക്കറിന് ഒരു ഇക്വേഷൻ, എല്ലാ ഇക്വേഷനോടെ പഠിച്ച് എല്ലാം മറന്നുപോയി. ഞാൻ ടാൻജന്റ് ഇക്വേഷൻ ഒന്നും ഓർക്കുന്നതിന് എനിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനെ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു പടം വരച്ചു നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഒരു പടം വരച്ചു നോക്കുക. നമുക്ക് പടം വരച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം ഈ പഠിച്ചു വെച്ച വലിയ ഇക്വേഷൻ ഒക്കെ ഇതിന് ആവശ്യമുണ്ടോ എന്ന്. ഒരു സർക്കിളിന് XY ആക്സിസ് വേണം നമുക്ക്. XY ആക്സിസ് വരച്ചു. ഓക്കെ, ഇനി എന്താ പറയുന്നത്, അറ്റ് 1 0. ഇനി 1 0 ഒന്ന് മാർക്ക് ചെയ്യാം. 1 0 എന്ന് പറഞ്ഞാൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ x square plus y square equals 1, അതായത് റേഡിയസ് 1 ആണ്. സോ യൂണിറ്റ് സർക്കിൾ ആണ്. സോ ഇവിടെ ആണ് 1 0 കിടക്കുക. 1 by root 2 എന്ന് പറഞ്ഞാൽ ലൈൻ y ഈക്വൽ ടു എക്സിലാണ്, അതായത് എക്സാക്ട്ലി നടുക്കൂടെ പോകുന്ന ലൈനിലാണ് കിടക്കുക.
കളർ എടുക്കാം. y ഈക്വൽ ടു എക്സിലൂടെയാണ്, ഇതാണ് ലൈൻ y ഈക്വൽ ടു എക്സ്. സോ ഇത് എക്സാക്ട്ലി സിമെട്രിക് ആയിട്ട് പോകുന്ന ലൈനാണ് നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഇപ്പൊ ഇവിടെ ആയിരിക്കും 1/√2, 1/√2 കിടക്കുക. 1/√2, 1/√2. ഇതും സർക്കിളിൽ ഒരു പോയിന്റ് ആണ്, കാരണം x² + y², 1/2 + 1/2 1 ആയി. ഇനി ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 45 ഡിഗ്രി ആയിരിക്കും. കാരണം മൊത്തം 90 ആണ്, ഇത് എക്സാക്ട്ലി നടുക്കൂടാണ് പോകുന്നത്. സോ സിമെട്രിക്, y ഈക്വൽ ടു എക്സ് സിമെട്രിക് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഫുള്ള് 90 ആയതുകൊണ്ട് പകുതി 45 ഡിഗ്രി ആയിരിക്കും. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഈ 2 പോയിന്റിലെ ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, വരയ്ക്കാമല്ലോ. 2 പോയിന്റിലും ടാൻജന്റ് വരയ്ക്കുക. സർക്കിളിലെ 2 പോയിന്റിലും ടാൻജന്റ് വരയ്ക്കുക. ഓക്കെ, ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു. അടുത്ത പോയിന്റിലും ടാൻജന്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ടാൻജന്റ് വരച്ചു. വാട്ട്, ഓക്കെ, ഓരോ പോയിന്റിനും പേര് ഇവർ തന്നിട്ടുണ്ട്. ആ പേരും കൂടെ എഴുതിയേക്കാം. P10 ആണ്, Q1/√2 ആണ്. സോ ഇത് പോയിന്റ് P ആണ്, ഇത് പോയിന്റ് Q ആണ്. ഈ പോയിന്റ് ഇന്റർസെക്ഷനെ R എന്ന് വിളിച്ചു. ഈ ആറിന്റെ ആംഗിൾ PRQ, ഈ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ഈ ആംഗിളാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് പോവാ. 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു പോയിന്റിലെ വരച്ചേക്കുന്ന റേഡിയസ്, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ, ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണ്, ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിൽ നിന്ന് റേഡിയസ് വരയ്ക്കുന്നു. ഇത് റേഡിയസ്. ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ടാൻജന്റ്, ഇങ്ങനെ വരയ്ക്കുന്ന ടാൻജന്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും എന്ന് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. സോ അപ്പം ഇത് 90 ആയിരിക്കും, ഇതും 90 ആയിരിക്കും. അപ്പൊ നമുക്ക് ആംഗിൾ PRQ കണ്ടുപിടിക്കാൻ എന്ത് മതി? 8ാം ക്ലാസ്സിൽ പഠിച്ച ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി മതി. സോ ആംഗിൾ PRQ + 90 + 90 + 45 ഡിഗ്രി എന്തായി? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അകത്തുള്ള 4 ആംഗിളിന്റെ സമ്മായി, വിച്ച് ഇസ് 360. സോ ആംഗിൾ PRQ എന്തായി? 90 90 180, 180 180 ക്യാൻസൽ ആയി. ഇത് 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി ആയിരിക്കും. അതായത് ഇത് 135 ഡിഗ്രി ആയിരിക്കും. അല്ലെങ്കിൽ എന്താ, ഇത് 90 + 45 ആണ്. ഇതിനെ എങ്ങനെ എഴുതാം? 90 + 45 എന്ന് എഴുതാം. റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 90 π/2, ഇത് π/4, അതായത് 3π/4. 3π/4 ആയി. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ ആണ് ഉത്തരം. നോക്ക, ഒന്നും ഉപയോഗിച്ചില്ല. ടാൻജന്റ് ഇക്വേഷൻ ഉപയോഗിച്ചില്ല, സീക്കൻഡ് ഇക്വേഷൻ ഉപയോഗിച്ചില്ല, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇക്വേഷൻ ഉപയോഗിച്ചില്ല. നിങ്ങൾക്ക് ഇതിനൊക്കെ ചിലര് ഓൾറെഡി ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒന്നിനുമുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച സർക്കിൾസും ടാൻജൻസും മാത്രം ഉപയോഗിക്കുന്നു. ഒരു പടം വരയ്ക്കുന്നു, ആംഗിൾസ് എഴുതുന്നു, ഉത്തരം കിട്ടി. അത്ര സിമ്പിളായി ചെയ്യാവുന്ന ക്വസ്റ്റൻ ആയിരുന്നു. ഒരിക്കലും ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ പേടിക്കരുത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ഇക്വേഷൻ ആലോചിക്കണോ വേണ്ടയോ എന്നുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതിനുവേണ്ടി തന്നെയാണ് നിങ്ങൾ ക്രിസ്പർ നിങ്ങളെ പ്രാപ്തരാക്കുന്നത്. എങ്ങനെ കൃത്യമായി ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിക്കാതെ എങ്ങനെ ഇത് പെട്ടെന്ന് ചെയ്യാം, പണ്ട് പഠിച്ച കാര്യങ്ങൾ എങ്ങനെ ഇപ്പൊ ഉപയോഗിക്കാം. ചിലർ അതൊക്കെ അവിടെ വെച്ച് ഞാൻ കളയും. പിന്നെ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ +1ലെയും +2ലെയും ഇക്വേഷൻസ് മാത്രം ഉപയോഗിക്കാവുന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് എങ്ങനെ ചെയ്യാമോ ആ രീതി ഫോളോ ചെയ്യുക എന്നുള്ളതാണ് രീതി. അല്ലാതെ ഇവിടെ ടാൻജന്റിന്റെ ഇക്വേഷൻ ഒന്നും കൺസ്ട്രക്ട് ചെയ്ത് ആരും ഇരിക്കരുത്. പെട്ടെന്ന് ഉത്തരം എഴുതുക, നമ്മുടെ അറിവിൽ നിന്ന് ഉത്തരം എഴുതുക. അത്ര സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി കുറച്ച് ക്വസ്റ്റൻ കൂടെ ബാക്കിയുണ്ട്, അതൊന്നും കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13, ഒരു NCERT ക്ലാസ് 12 ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്നുള്ള ഒരു വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. fx is 2x³ - 15x² + 36x - 5. അത് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കുക. വളരെ ഈസി ആണ്. നിങ്ങൾക്ക് ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കിയാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ സൈൻ, ജസ്റ്റ് തിയറി ഞാനൊന്ന് എഴുതി തരാം നിങ്ങൾക്ക് ഇവിടെ. ഇതിന്റെ തിയറി എന്ന് വെച്ചാൽ f' > 0 ആണെങ്കിൽ ഇൻക്രീസിംഗ്, f' < 0 ആണെങ്കിൽ ഡിക്രീസിംഗ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ തിയറി. ഇത് മാത്രം അറിയാവുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി ഇവിടെ f(x) വന്നിട്ടുണ്ട്. f' എന്താവും? ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ 6x² ആകും. 50 എന്ന് പറയുമ്പോൾ ഇത് 30x ആവും, +36 എന്ന് വരും. ഒരു 6 കോമൺ ആണ്, അത് പുറത്തെടുക്കാം. x² - 5x + 6 എന്ന് വരും.
സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ എനിക്ക് ഫാക്ടറൈസ് ചെയ്യാം. 6 ടൈംസ് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 3x പ്ലസ് 6 എന്ന് എഴുതാം. So this will be equal to 6 times x minus 2 times x minus 3. Okay. നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് വെരിഫൈ ചെയ്യാം. ഇൻക്രീസിങ് ഓൺ ഇന്റർവൽ 0 to, അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അല്ലെങ്കിൽ ഇത് ഫുള്ളി അങ്ങ് സോൾവ് ചെയ്യാം. എന്നിട്ട് ഓപ്ഷനിലേക്ക് നോക്കിയാൽ മതി. എവിടൊക്കെയാ പോയിന്റ്സ് വന്നേക്കുന്നത്? എക്സ് ഈക്വൽസ് 2ൽ ഇത് 0 ആവും, എക്സ് ഈക്വൽസ് 3ൽ ഇത് 0 ആവും. എക്സ് ഈക്വൽസ് 2ന്റെ പുറകിൽ ഒരു നമ്പർ എടുക്കുക. എക്സ് ഈക്വൽസ് 2ന്റെ ലെസ് ദാൻ ഒരു നമ്പർ എടുത്താൽ, ഇപ്പം ഉദാഹരണത്തിന് എക്സ് ഈക്വൽസ് 0 എടുത്താൽ എക്സ് മൈനസ് 2 ടൈംസ് എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് 0 മൈനസ് 2 ടൈംസ് 0 മൈനസ് 3 മൈനസ് 2 മൈനസ് 3 പ്ലസ് ആകും. സോ ഇവിടെ ഈ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. നോക്കുക, ഇതിന്റെ ഇടയിൽ എവിടെയും എഫ് ഡാഷ് എക്സ് 0 ആവുന്നില്ല. സോ ഒരിക്കലും ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് 0 ആവുന്നില്ല. സോ 0 ആവാതെ ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിട്ട് തന്നെ ഇത് 0 ആവാതെ സൈൻ ഇൻവേർട്ട് ചെയ്യാൻ പറ്റില്ല. സോ പോസിറ്റീവ് ആണെങ്കിൽ 0 ആയിട്ട് അതിന് നെഗറ്റീവ് ആവാൻ പറ്റും. അത് നിങ്ങൾക്ക് ആലോചിക്കാവുന്നല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഇവിടെ എഫ് ഡാഷ് എക്സ് കണ്ടിന്യൂസ് ആണ്. സോ ഇവിടെ ഞാൻ എഫ് ഡാഷ് എക്സ് വരച്ചാൽ ഇതിന് നെഗറ്റീവ് ആവണമെങ്കിൽ ഇതിന് 0 ക്രോസ് ചെയ്യാതെ പോസിറ്റീവ് ആയതിന് നെഗറ്റീവ് ആവാൻ പറ്റില്ല. എവിടെയെങ്കിലും വെച്ച് 0 ക്രോസ് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഇത് നെഗറ്റീവ് ആയി തന്നെ ഇവിടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാന്നിരിക്കട്ടെ, ഇതിന് എപ്പോഴേലും പോസിറ്റീവ് ആണെങ്കിൽ ഇത് 0 ക്രോസ് ചെയ്തേ പറ്റൂ. സോ ആ ഒരു ഐഡിയ ആണ്. സോ ഇവിടെ എഫ് ഡാഷ് എക്സ് എക്സ് ലെസ് ദാൻ 2, എക്സ് ഈക്വൽസ് 2ലാണ് 0 ആവുന്നത്. സോ എക്സ് ലെസ് ദാൻ 2ൽ അറ്റ് 0 അല്ലെ 1 ഇട്ട് കൊടുത്താലും 1 മൈനസ് 2 1 മൈനസ് 3 രണ്ടും നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കോളും. സോ എക്സ് ഈക്വൽസ് 2ന്റെ പുറകിൽ, അതായത് എക്സ് ഈക്വൽസ് 2ൽ എക്സ് ലെസ് ദാൻ 2ൽ ഇത് പോസിറ്റീവ് ആണ്. എക്സ് ഈക്വൽസ് 2 ടു എക്സ് ഈക്വൽസ് 3 അതിന്റെ രണ്ടിന്റെ നടുക്ക് കൊടുക്കുമ്പോൾ ഇപ്പൊ 2.5 ഇട്ട് കൊടുത്താൽ ഇത് പോസിറ്റീവ് ആവും, ഇത് നെഗറ്റീവ് ആവും. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, ഹോൾ ആൻസർ നെഗറ്റീവ് ആവും. ഇനി 3 കൂടി ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ എക്സ് മൈനസ് 2, ഇപ്പൊ 4 ഇട്ട് കൊടുത്താൽ എക്സ് മൈനസ് 2 പോസിറ്റീവായി, എക്സ് മൈനസ് 3 പോസിറ്റീവ്, 3 കൂടുതൽ ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ അപ്പൊ രണ്ടും പോസിറ്റീവ് ആയാൽ പ്രൊഡക്റ്റും പോസിറ്റീവ്. സോ ഇവിടെ പോസിറ്റീവ്. അതായത് എക്സ് ഈക്വൽസ് 2ന് താഴെ ഇൻക്രീസിങ്, ഇവിടെ ഡിക്രീസിങ്, ഇവിടെ പിന്നെയും ഇൻക്രീസിങ്. ഏതാ ഓപ്ഷൻ? ഇൻക്രീസിങ് ഓൺ ഇന്റർവൽ 0 to 0 തൊട്ട് 2 വരെ ഇൻക്രീസിങ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഡിക്രീസിങ് ഓൺ ഇന്റർവൽ -3 to 0, -3 തൊട്ട് 0 എന്ന് പറഞ്ഞാൽ -3 ഇവിടെ വരും, 0 ഇവിടെ വരും. ഇവിടെ ഇൻക്രീസിങ് ആണ്, ഡിക്രീസിങ് അല്ല. സോ ഓപ്ഷൻ ബി തെറ്റാണ്. ഇൻക്രീസിങ് ഓൺ ഇന്റർവൽ 2-3ൽ ഡിക്രീസിങ് ആണ്, അത് തെറ്റാണ്. ഡിക്രീസിങ് ഓൺ ഇന്റർവൽ 3 ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലാണ്, അവിടെ ഇൻക്രീസിങ് ആണ്. സോ അതും തെറ്റാണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു ക്ലാസ് 12 NCERT ലെവൽ ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഇന്റഗ്രൽ സി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ സിന്ന് സാധാരണ NCERT ഒന്നും കാണാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഉള്ള ക്വസ്റ്റ്യൻ വന്ന നോട്ട് ചെയ്ത് വെച്ചോളുക. GIV ഫംഗ്ഷൻ വെച്ചൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ GIVയുടെ അകത്ത് എന്താണ് പറയുന്നത്? GIVയുടെ അകത്ത് ഒരു FX വെച്ച് ഇങ്ങനെ വന്നാൽ FX ഇന്റിജർ സ്റ്റെപ്സ് എടുക്കുന്ന വെച്ച് ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ദ ഇന്റഗ്രൽ. ആ ഇന്റിജറിനനുസരിച്ച് ഇന്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ എക്സാമ്പിൾ കാണിക്കുന്നത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇന്റഗ്രൽ 1 to 100 ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓഫ് x by x dx. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ് ഇന്റിജർ വാല്യൂസ് എടുക്കുന്നതനുസരിച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഇന്റഗ്രൽ 1 to 2 GIV of x by x dx പ്ലസ് ഇന്റഗ്രൽ 2 to 3 GIV of x by x dx പ്ലസ് ഇന്റഗ്രൽ 3 to 4 GIV of x by x dx plus etc. up to integral 99 by 100 GIV of x by x dx. ഓക്കെ, നിങ്ങൾ പറഞ്ഞേ ഇന്റഗ്രൽ 1 to 2 ഇതിന്റെ ഇടയിൽ എന്തൊക്കെ നമ്പേഴ്സ് ആയിരുന്നു? 1നും 2നും ഇടയിൽ നമ്മൾ എക്സ് വേരി ചെയ്യുമ്പോൾ 1.1, 1.2, 1.213, 1.104 അങ്ങനത്തെ nambers ഒക്കെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്തായിരുന്നു? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1.01ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താ? 1 ആണ്. 1.34ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്താ? 1 ആണ്. ജസ്റ്റ് ആ ഇന്റിജർ പാർട്ട് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആ നമ്പർ എടുക്കണ്ടേ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1.01ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു.
ഇപ്പൊ 2.4ന്റെയോ 2 ആയി. 2.99ന്റെയോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. റൗണ്ട് ഓഫ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ നമ്പർ. ഇതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അങ്ങനെ. സോ നിങ്ങൾ 1നും 2നും ഇടയിൽ 1.0, 1.3, 1.4 അങ്ങനത്തെ നമ്പേഴ്സ് ഏതെടുത്താലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്തായിരിക്കും? എപ്പോഴും 1 ആയിരിക്കും. സോ ഇത് 1/x ആയിരിക്കും. 2 to 3 എന്ന് പറയുമ്പോൾ 2 പോയിന്റ് സംതിങ് എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ് അതിന്റെ ഇടയിൽ വരുന്ന മൊത്തം. അപ്പൊ അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്തായിരിക്കും? 2 ആയിരിക്കും. സിമിലർലി 3 to 4 എന്ന് പറയുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 3 ആയിരിക്കും. പ്ലസ് എക്സെട്ര അപ് ടു 99 to 100. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 99/x dx ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇത് കോമൺ എടുക്കാം. ഇത് ഫസ്റ്റ് ഇന്റഗ്രലിൽ ln x ആയിരിക്കും. 2 1 പ്ലസ് 2 കോമൺ വരും. അഗെയിൻ ln x ആയിരിക്കും. 3 2 പ്ലസ് 3 കോമൺ വരും. ln x ആയിരിക്കും. 4 3 പ്ലസ് എക്സെട്ര 99 വരും. ln x 100. സോ ഇതെന്ത് വരുന്നു? ln2 ln1 0 ആയിരിക്കും. പ്ലസ് 2 ടൈംസ് ln3 മൈനസ് ln2 എന്ന് വരും. പ്ലസ് 3 ടൈംസ് ln4 മൈനസ് ln3 എന്ന് വരും. പ്ലസ് എക്സെട്ര 99 ടൈംസ് ln100 മൈനസ് ln99. ഓക്കെ, എന്ന് നോക്കി. ഇവിടെ ഒരു ln 2 ഉണ്ട്, ഒരു -2 ln 2 ഉണ്ട്. എനിക്ക് എന്ത് കിട്ടും? ബാക്കി -ln 2 അല്ലേ? ഇവിടെ ഒരു 2 ln 3 ഉണ്ട്, ഇവിടെ ഒരു 2 ln 3 ഉണ്ട്. ഇവിടെ എനിക്കൊരു -3 ln 3 വരും. അതൊരു -ln 3 വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം ഇവിടെ ഒരു 3 ln 4 ഉണ്ട്, ഇവിടെ ഒരു 3 ln 4 ഉണ്ട്. അടുത്ത ടേം എഴുതുമ്പോൾ +4 ln5 മൈനസ് ln4 എന്ന് വരും. അപ്പൊ അവിടെ ഒരു ln 4 പോയി. എനിക്ക് അടുത്ത കിട്ടാൻ പോകുന്ന ഒരു -ln4 ആയിരിക്കും. അങ്ങനെ എവിടെ വരെ പോവും? ഇവിടെ വരെ വന്ന് ഇപ്പം ഇതിന് തൊട്ട് മുമ്പുള്ള ടേം കൂടെ നമുക്കൊന്ന് എഴുതിയേക്കാം. ഇതിന് തൊട്ട് മുമ്പുള്ള ടേം എന്ത് വരും? +98 ln99 മൈനസ് ln98 എന്ന് വരും. ഇനി 98 ln99 ഉം 98 ln99 ഉം മൈനസ് 99 ln99 ഒരു -ln99 തരും. ബാക്കി എന്ത് മിച്ചം വരും? +99 ln100 അവിടെ അതേപടി ബാക്കി വരും. 99 ln100 അതേപടി ബാക്കി വരും. സോ ഇതെന്ത് പറ്റി? ഈ 99. ഓക്കെ, ഇനി ലോഗ് നിങ്ങൾക്ക് അറിയാലോ, ഒരു മൈനസ് ഞാൻ കോമൺ എടുക്കാം ഫസ്റ്റ് ടേമിൽ നിന്ന്. അപ്പോൾ ln2 പ്ലസ് ln3 പ്ലസ് എക്സെട്ര അപ് ടു ln99 വരെ വന്നു. പ്ലസ് ഇനി ലോഗിന്റെ റൂൾസ് അറിയാത്തവർ എഴുതി എടുത്തോളൂ. ലോഗ് എ ബി എന്താണ്? ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ റേസ് ടു ബി എന്താണ്? ബി ലോഗ് എ ആണ്. അപ്പം 99 ലോഗ് 100നെ എനിക്ക് എങ്ങനെ എഴുതാം? ലോഗ് 100 ടു ദി പവർ 99 എന്ന് എഴുതാം. കാരണം എ റേസ് ടു ബി ബി ലോഗ് എ ആയിക്കോളും. ഇനി മൈനസ് ഓഫ് ln. ഇനി നിങ്ങൾ നോക്കി, അഡീഷൻ എന്ന് പറഞ്ഞാൽ ലോഗിനകത്തേക്ക് വരുമ്പോൾ പ്രൊഡക്റ്റ് ആവും. സോ 2 ടൈംസ് 3 ടൈംസ് എക്സെട്ര അപ് ടു 99 വരെ മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ ഇവിടെ വെറുതെ ഒരു 1 കൂടെ ആഡ് ചെയ്യുന്നു. 1 വെച്ച് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഒന്നും വരുന്നില്ല. പ്ലസ് ലോഗ് 100 ടു ദി പവർ 99. ഒരു നിയമം കൂടെ എഴുതാം. അത് ഈ രണ്ട് നിയമത്തിൽ നിന്ന് വരുന്നതാണ്. അതാണ് ലോഗ് എ ബൈ ബി എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി. ഇത് ഈ നിയമത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. നമുക്കത് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ജസ്റ്റ് എല്ലാവരും എഴുതിയിട്ട് തരുന്നതുകൊണ്ട് ഞാൻ ഇത് പഠിക്കുക. ലോഗിന്റെ റൂൾസ് ആണ്. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന എന്താ? -ln ഓഫ് 99 ഫാക്ടോറിയൽ ആണ്. പ്ലസ് ln100 ടു ദി പവർ 99. സോ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. സോ ദാറ്റ് ഈസ് ln 100 ടു ദി പവർ 99 ഡിവൈഡഡ് ബൈ 99 ഫാക്ടോറിയൽ. സോ ഇതാണ് നമ്മുടെ ഉത്തരം. ഇന്റഗ്രൽ ഉത്തരം കിട്ടി. 100 ടു ദി പവർ 99 ബൈ
99 ഫാക്ടോറിയൽ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നോക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വന്നാൽ ഇതുപോലെ ഇന്റഗ്രൽ ഇൻറ്റിജർ പാർട്സ് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ജസ്റ്റ് ഒരു ഇൻറ്റിജർ വാല്യൂ എടുക്കും. ഒരു വാല്യൂ എടുത്ത് നമുക്ക് അതിന്റെ ഇന്റഗ്രേഷനെ പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന പോലെ, നമുക്കിത് ഇന്റഗ്രേഷന് പുറത്തേക്ക് കൊണ്ടുവരാം. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. പിന്നെ ജസ്റ്റ് നോർമൽ ഇന്റഗ്രേഷന് സമ്മിങ് അപ്പം മാത്രമേ ഉള്ളൂ. സോ കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ക്വസ്റ്റൻ ആയിരുന്നു, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റി. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? 15ാമത്തെ ക്വസ്റ്റ്യൻ. സോ അപ്പൊ നമ്മൾ 15ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ഡിസ്കഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. For arbitrary constants alpha beta, the differential equation representing the family of curves y equals alpha x plus beta e power x is. NCERT-യിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആൽഫ ബീറ്റ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അതായിരിക്കും അതിന്റെ ഫാമിലി ഓഫ് കർവ്സിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്ക് അതിനാദ്യം വൈ ഡാഷും വൈ ഡബിൾ ഡാഷും ഒക്കെ വേണം. അതൊക്കെ ഒന്ന് എഴുതി നോക്കാം. വൈ എന്താണ്? ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ്. സോ ആൽഫ എക്സ് ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ്. സോ വൈ ഡാഷ് എന്തായിരിക്കും? ജസ്റ്റ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ആൽഫ എക്സ് ഇ പവർ എക്സ്. ഇ പവർ എക്സിന്റെ ഡെറിവേറ്റീവ് ഇ പവർ എക്സ് തന്നെയാണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് ആൽഫ ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ്. ഇ പവർ എക്സിന് ഒരു ചേഞ്ച് വരില്ല. സോ വൈ ഡബിൾ ഡാഷ് എന്തായിരിക്കും? അഗെയിൻ ആൽഫ എക്സ് ഇ പവർ എക്സ് പ്ലസ് ആൽഫ ഇ പവർ എക്സ്. പിന്നെ ഇവിടെ ഒരു ആൽഫ ഇ പവർ എക്സ് കൂടെ ഉണ്ട്, അതുകൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ 2 ആൽഫ ഇ പവർ എക്സ് എന്ന് കിട്ടും പ്ലസ് ബീറ്റ ഇ പവർ എക്സ്. ഇനി നിങ്ങൾ നോക്കി, നമുക്ക് ഈ എക്സും ആൽഫയും ബീറ്റയും ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഓപ്ഷൻസ് എല്ലാം വൈ ഡബിൾ ഡാഷിന്റെയും വൈ ഡയുടെയും ടേംസിലാണ്. ഈ വൈ ഡബിൾ ഡാഷിലേക്ക് ഞാൻ ഇത് ലിങ്ക് ചെയ്യാനാണെങ്കിൽ ആൽഫ എക്സ് ഇ പവർ എക്സ് വൈയിലും ഉണ്ട് വൈ ഡാഷിലും ഉണ്ട്, രണ്ടിടത്തും ഉണ്ട്. ആൽഫ എക്സ് ഇ പവർ എക്സ് വൈയിലും ഉണ്ട് വൈ ഡബിൾ ഡാഷിലും ഉണ്ട്, വൈ ഡാഷിലും ഉണ്ട് വൈയിലും ഉണ്ട്. ബീറ്റ ഇ പവർ എക്സും വൈയിലും ഉണ്ട് വൈ ഡാഷിലും ഉണ്ട്. പക്ഷെ ആൽഫ ഇ പവർ എക്സ് വൈ ഡാഷിൽ മാത്രമേ ഉള്ളൂ. സോ ഞാൻ ആൽഫ ഇ പവർ എക്സിനെ ഇവിടുന്ന് സോൾവ് ചെയ്ത് വൈ ഡാഷ് എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ആൽഫ ഇ പവർ എക്സ് എന്തായിരിക്കും? വൈ ഡാഷ് മൈനസ് ആൽഫ എക്സ് ഇ പവർ എക്സ് മൈനസ് ബീറ്റ ഇ പവർ എക്സ്. സോ ഇതിവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇതെന്ത് വരും? എനിക്ക് ആൽഫ എക്സ് ഇ പവർ എക്സ് പ്ലസ് ട്വൈസ് വൈ ഡാഷ് മൈനസ് ആൽഫ എക്സ് ഇ പവർ എക്സ് മൈനസ് ബീറ്റ ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ് അവിടെ മിച്ചം വരും. സോ ഇതെന്ത് വരുന്നു? സോ ഇത് ആൽഫ എക്സ് ഇ പവർ എക്സ് പ്ലസ് 2 വൈ ഡാഷ് മൈനസ് 2 ആൽഫ എക്സ് ഇ പവർ എക്സ് മൈനസ് 2 ബീറ്റ ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ് എന്ന് വന്നു. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 വൈ ഡാഷ് ഞാൻ ഇവിടെ കളക്ട് ചെയ്യുന്നു. ഇനി മൈനസ് 2 ആൽഫ എക്സ് ഇ പവർ എക്സും പ്ലസ് ആൽഫ എക്സ് ഇ പവർ എക്സ് കൂടെ മൈനസ് ആൽഫ എക്സ് ഇ പവർ എക്സ് തരും. ഇവിടെ മൈനസ് ബീറ്റ ഇ പവർ എക്സ് തരും. സോ ആൽഫ എക്സ് ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ് എന്താ? ആൽഫ എക്സ് ഇ പവർ എക്സ് പ്ലസ് ബീറ്റ ഇ പവർ എക്സ് വൈ ആണ്. സോ ദിസ് ഇസ് 2 വൈ ഡാഷ് മൈനസ് വൈ. വൈ ഡബിൾ ഡാഷ് എന്തായി? 2 വൈ ഡാഷ് മൈനസ് വൈ എ, അതായത് വൈ ഡബിൾ ഡാഷ് മൈനസ് 2 വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 15 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഓരോ ക്വസ്റ്റ്യനിലൂടെയും പോയി പറ്റാവുന്ന അത്രയും ആ ക്വസ്റ്റ്യന്റെ തിയറി പറഞ്ഞു, ഏത് ചാപ്റ്ററിൽ നിന്നാന്ന് പറഞ്ഞു, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഇനി കുറച്ച് തിയറി മറന്നു പോയെങ്കിലും എങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇനി ഇതിനെക്കാട്ടിലും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ഇപ്പൊ ഇനിയും ഞാൻ ഈ ചെയ്തേക്കുന്ന കാൽക്കുലേഷൻസിന്റെ നോട്ട്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒരു ടെലിഗ്രാം ലിങ്ക് ഉണ്ട്. നമ്മുടെ ക്രിസ്പറിന്റെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയാണ് അത്, ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റിയാണ്. ഐസർ കോച്ചിങ് ചെയ്യുന്ന സ്റ്റുഡൻസും ഐസർ കിട്ടിയ സ്റ്റുഡൻസും പിന്നെ ട്രെയിനേഴ്സും എല്ലാവരും ഉള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പാണ്. നിങ്ങൾ അതിലേക്ക് കയറാൻ, നിങ്ങൾക്ക് അവിടെ ഈ PDF അവൈലബിൾ ആവും, ഈ ക്ലാസ്സിന്റെ PDF അവൈലബിൾ ആവും. പിന്നെ നിങ്ങൾക്ക് ഇതിലും ഇൻഡെപ്ത് പോകണം, കുറെ കൂടെ കാര്യങ്ങൾ അറിയണം, പേഴ്സണൽ മെന്റർഷിപ്പ് വേണം, ക്വസ്റ്റ്യൻസ് കൂടുതൽ സോൾവ് ചെയ്യണം, ക്ലാസ്സസ് വേണം, ചാപ്റ്റർ വൈസ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അസിസ്റ്റൻസ് വേണ്ട എല്ലാവരും ഞാൻ
ക്രിസ്പർ ലേണിങ്ങിന്റെ തന്നെ തുടങ്ങാൻ പോകുന്ന ക്രാഷ് കോഴ്സിൽ എൻറോൾ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു 1-to-1 കമ്മ്യൂണിക്കേഷൻ കിട്ടും. നമുക്ക് ക്ലാസ് റൂമിൽ കാണാൻ പറ്റും. നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് ഫിസിക്സിലെയും മാത്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും ഓരോ ചാപ്റ്ററായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാക്കും. ഇന്ന് തന്നെ നമ്മൾ ചെയ്തപ്പോൾ പല ക്വസ്റ്റ്യൻ നമ്മൾ പഴയ നോളജ് വെച്ചും 10ാം ക്ലാസ് നോളജ് വെച്ചും ഒക്കെ ചെയ്തു. അതെങ്ങനെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു തരും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ക്രിസ്പർ ലേണിങ്ങിന്റെ തന്നെ ക്രാഷ് കോഴ്സിലേക്ക് വരാം. അതിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ അതിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുന്നു. സോ ഇന്ന് നമ്മൾ ചെയ്ത ഈ 15 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതായിരുന്നു മാത്സിൽ നിന്ന് ചോദിച്ച 2022 ക്വസ്റ്റ്യൻസ്. സോ ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മൾ യൂട്യൂബിൽ കാണും. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്രിസ്പറിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് നല്ലപോലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ സാധിക്കും. ഒരുപാട് പാടൊന്നുമില്ല. നല്ലപോലെ പ്രിപ്പയർ ചെയ്താൽ കൃത്യമായ പ്രിപ്പറേഷനിലൂടെ ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ ക്രിസ്പർ നിങ്ങളോട് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. ടൈം അവൈലബിൾ ആയിട്ടുള്ള എല്ലാവരും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് കാണാം, കൂടുതൽ ഡെപ്തിൽ പഠിക്കാം. എല്ലാവർക്കും ഞാൻ ഓൾ ദി ബെസ്റ്റ് വിഷസ് അറിയിക്കുകയാണ്. നിങ്ങൾ നന്നായി പഠിക്കുക. ഇനിയും കുറച്ച് മാസങ്ങളൂടെ ഉണ്ട്. നന്നായി പഠിച്ച് നല്ല പോലെ എക്സാം എഴുതി എല്ലാവരെയും ഐസറിൽ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്.